നമസ്കാരം. നമുക്ക് ബോട്ടണിയുടെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. നമ്മുടെ മൊഡ്യൂള് 2 എന്നുള്ള മൊഡ്യൂളിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. മൊഡ്യൂൾ 2. അതിൽ റീപ്രൊഡക്ഷൻ ആണ് വരുന്നത്. റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്നുള്ളതാണ് നമുക്ക് ആദ്യമായിട്ട് വരുന്ന രണ്ടാമത്തെ മൊഡ്യൂളിൽ വരുന്ന ടോപ്പിക്. അപ്പൊ അതിൽ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. നമ്മൾ ഈ വിഷയം അറിയാവുന്നതാണ്. പ്രത്യുൽപാദനം എന്ന് മലയാളത്തിൽ പറയുന്ന റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം. അതിൻ്റെ അതിനൊരു ഡെഫിനിഷൻ അല്ലെങ്കിൽ അതിനൊരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് നമ്മൾ പറയുമ്പോൾ റീപ്രൊഡക്ഷൻ അറിയാം, യങ് വണ്ണുകളെ ഉൽപ്പാദിപ്പിക്കുന്നതാണ്, സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു, ജനറേഷന്റെ കണ്ടിന്യൂറ്റി നിലനിർത്തുന്നു എന്നൊക്കെ ഉള്ളത് നമുക്കറിയാവുന്ന ഒരു പൊതുവായ കാര്യമാണ്. അതിൽ the period through which a certain organism lives in is known as its lifespan. അത് ഒരു ഓർഗാനിസം അതിൽ എത്ര നാൾ ജീവിക്കുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ഒരു ജനറൽ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണത്. പിന്നെ റീപ്രൊഡക്ഷന്റെ ഒരു പ്രോസസ്സ്, റീപ്രൊഡക്ഷൻ ഇസ് എ പ്രോസസ് ബൈ വിച്ച് എവറി ഓർഗാനിസം എൻഷുവേഴ്സ് ഇറ്റ്സ് കണ്ടിന്യൂവിറ്റി. എല്ലാ ഓർഗാനിസവും അതിന് കണ്ടിന്യൂവിറ്റി, ജനറേഷൻ കണ്ടിന്യൂവിറ്റി ഒക്കെ നിലനിർത്തുന്ന റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ബയോളജിക്കൽ പ്രോസസ്സിലൂടെയാണ്. ബയോളജിക്കൽ പ്രോസസ് ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ, പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. റീപ്രൊഡക്ഷൻ ഇസ് ദ ബയോളജിക്കൽ പ്രോസസ് ഈസ് വിച്ച് ഓർഗാനിസം ഗിവ്സ് റൈസ് ടു ദെയർ യങ് വൺസ് അല്ലെങ്കിൽ ഓഫ്സ്പ്രിങ്. ഓഫ്സ്പ്രിങ് എന്ന് പറയുമ്പോൾ സന്താനങ്ങൾ എന്ന് പറയുന്നത്. ദീസ് ഓഫ്സ്പ്രിങ് ഗ്രോ, ഈ ഓഫ്സ്പ്രിങ് വളരുകയും മെച്യൂർ ആവുകയും അതുപോലെ തന്നെ പുതിയ ഓഫ്സ്പ്രിങ്ങുകളെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. പ്രൊഡ്യൂസ് ന്യൂ ഓഫ്സ്പ്രിങ്. ഈ ഒരു പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജീവജാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റീപ്രൊഡക്ഷൻ പ്രോസസ്സ് ഇങ്ങനെയാണ്. അപ്പോൾ അതിൽ ഏതൊക്കെ മെത്തേഡുകളുണ്ട്, ഏതൊക്കെ രീതിയിലാണ് നടക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുമ്പോൾ പറയുന്നത്. പ്രധാനമായും സെക്ഷോ റീപ്രൊഡക്ഷൻ, സെക്ഷോ റീപ്രൊഡക്ഷൻ എന്നും പറഞ്ഞിട്ടുള്ള 2 ടൈപ്പ് റീപ്രൊഡക്ഷനുകൾ നമുക്ക് പറയാനുണ്ട്. സെക്ഷോ റീപ്രൊഡക്ഷനും അതുപോലെ തന്നെ സെക്ഷോ റീപ്രൊഡക്ഷനും ഉണ്ട്. നമ്മൾ ഏറ്റവും ആദ്യം കാണുന്നത് സെക്ഷോ റീപ്രൊഡക്ഷൻ ആണ്. ഏറ്റവും ആദ്യം കാണുന്നത് സെക്ഷോ റീപ്രൊഡക്ഷൻ ആണ്. അവിടെ അതിന് ഡെഫിനിഷൻ പോലെ നമ്മൾ പറയുമ്പോൾ വെൻ ദ ഓസ്പ്രിങ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ സിംഗിൾ പാരന്റ് എന്നുള്ളത്, സിംഗിൾ പാരന്റ് എന്നുള്ളത് എടുത്ത് പറയാവുന്ന ഒരു കാര്യമാണ്. ഏത് സെക്ഷോ റീപ്രൊഡക്ഷനിൽ കേട്ടോ. വിത്ത് ഓർ വിത്തൗട്ട് ഇൻവോൾവ്മെന്റ് ഓഫ് ഗാമേറ്റ്സ്. അവിടെ വിത്തൗട്ട് ഗാമേറ്റുകളുടെ ഇൻവോൾവ്മെന്റ് വളരെ കുറവായി, ഗാമേറ്റ് ഇൻവോൾവ്മെന്റ് കുറവായിരിക്കും യഥാർത്ഥത്തിൽ സെക്ഷോ റീപ്രൊഡക്ഷനിൽ വരുന്നത്. ഗാമേറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സെക്ഷോ റീപ്രൊഡക്ഷൻ നോക്കുമ്പോൾ അതില് മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും ഉണ്ടാകും. ആ മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും ഫ്യൂസ് ചെയ്തിട്ടാണ് പിന്നീട് സൈഗോട്ട് ഉണ്ടാകുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷന്റെ കേസിൽ വരുന്നതാണ്. നമ്മൾ അത് എടുക്കുന്ന സമയത്തൊന്നും കൂടി അത് കാണും. പക്ഷെ ഇവിടെ അത്തരം ഗാമേറ്റുകളുടെ ഫ്യൂഷൻ ഇല്ല, അത്തരം ഗാമേറ്റുകളുടെ ഫോർമേഷൻ ഒന്നും അങ്ങനെ നടക്കാത്തൊരു റീപ്രൊഡക്ഷൻ ആണ് സെക്ഷോ റീപ്രൊഡക്ഷൻ. അപ്പൊ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഒരു സിംഗിൾ പാരന്റിൽ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഓസ്പ്രിങ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ സിംഗിൾ പാരന്റ് അതിലെടുത്ത് പറയാവുന്നതാണ്. അതേപോലെ വിത്തൗട്ട് ഇൻവോൾവ്മെന്റ് ഗാമേറ്റ് ഫോർമേഷൻ എന്നുള്ളതൊരു കാര്യമുണ്ട്. പിന്നെ ഓസ്പ്രിങ് പ്രൊഡ്യൂസ്ഡ് ജെനറ്റിക്കലി ആൻഡ് മോർഫോളജിക്കലി സിമിലർ ടു ഈച്ച് അതർ ആൻഡ് ടു ദി പാരന്റ്. ദേ ആർ ക്ലോൺസ്. ഇത് നല്ലൊരു ചോദ്യമായിട്ട് വരാവുന്നതാണ്. ക്ലോൺ എന്ന് പറയുന്നത് ഇതിലുള്ള ഓസ്പ്രിങ്, സെക്ഷോ റീപ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന ഓസ്പ്രിങ് അത് ജെനറ്റിക്കലി മോർഫോളജിക്കലി സിമിലർ ടു ഈച്ച് അതർ ആണ്. അതായത് അതിന്റെ ജീനുകളാവട്ടെ, അതിന്റെ രൂപമാവട്ടെ, മോർഫോളജിക്കലി എന്ന് പറഞ്ഞാല് നമുക്ക് കാണാവുന്ന രൂപത്തിനെയാണ്, ഈ ഫീച്ചേഴ്സിനെയാണ് മോർഫോളജിക്ക് എന്ന് പറയുന്നത്, പുറത്ത് കാണാവുന്നത്. ഇനി ജീനുകളാണെങ്കിലും മോർഫോളജിക്കലി ആണെങ്കിലും അവ ഏറെക്കുറെ പാരന്റിനോട് സാമ്യമുള്ളതായിരിക്കും. അങ്ങനെ സാമ്യമുള്ളതിനെ നമ്മൾ ക്ലോൺസ് എന്നും വിളിക്കാറുണ്ട്. ക്ലോൺസ്. അപ്പൊ ക്ലോണുകളായിരിക്കും ഓഫ്സ്പ്രിങ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇത്തരം ക്ലോണുകളായിട്ടായിരുന്നു. അത് മനസ്സിലാക്കുക. ബിക്കോസ് ഇതൊരു സിംഗിൾ പാരന്റ് പ്രൊഡക്ഷൻ ആണ്. അവിടെ മറ്റ് ജെനറ്റിക് വേരിയേഷൻ വരാനില്ല. ജെനറ്റിക് വേരിയേഷൻ ഉണ്ടാവാൻ അവിടെ ഗാമേറ്റുകളുടെ ഫ്യൂഷൻ ഒന്നും നടക്കുന്നില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ജെനറ്റിക്കലി ആൻഡ് മോർഫോളജിക്കലി സിമിലർ ആണ്. അതിനെയാണ് നമ്മൾ ക്ലോൺ എന്ന് വിളിക്കുന്നത്. അതൊരു നല്ല പോയിന്റ് ആയിട്ട് അവിടെ നമുക്ക് കരുതണ്ടാണ് കേട്ടോ.
ക്ലോൺ. ഇനി അതിന്റെ ചില മെത്തേഡുകൾ പറയുമ്പോൾ നമുക്ക് പറയാവുന്നത് ബൈനറി ഫിഷൻ ആണ്. എങ്ങനെ ഏതൊക്കെയാണ് നമ്മളെ സെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈനറി ഫിഷൻ. അപ്പോൾ ഇതിൽ എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെത്തേഡ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എ സെൽ ഡിവൈഡ്സ് ഇൻ ടു 2 halves ആൻഡ് റാപ്പിഡ്ലി ഗ്രോസ് ഇൻ ടു എൻ അഡൽട്ട്. അതായത് ഒരു സെല്ല് രണ്ടാവുകയും, അതായത് അമീബയിൽ പാരമീസിയത്തിലൊക്കെ അങ്ങനെ സംഭവിക്കുന്നതാണ് ഈ ബൈനറി ഫിഷൻ എന്നുള്ളത്. അമീബയുടെ ഒരു പടം ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് കാണാം ഇതൊരു അമീബയാണ്. അമീബയെ പിന്നീട് അവസാനം അത് വിഭജിക്കുമ്പോൾ 2 ഡോട്ടർ സെല്ലുകളായി മാറുന്ന ഒരു ചിത്രമാണ് ഇവിടെ. അപ്പൊ അതിന് മുന്നേ ഇതിന്റെ ന്യൂക്ലിയസിന്റെ ഒക്കെ ഡിവിഷൻ ഇവിടെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇങ്ങനെ ഒരു സെല്ല് 2 ഹാഫുകളായി മാറി അത് പിന്നീട് അഡൽട്ടുകളായി 2 പൂർണ്ണ വളർച്ചയെത്തിയ സെല്ലുകളായിട്ട് മാറുന്നതിനെയാണ് നമ്മൾ ബൈനറി ഫിഷൻ എന്ന് പറയുന്നത്. ബൈനറി ഫിഷൻ. ഓക്കെ, അപ്പൊ ബൈനറി ഫിഷൻ ഒരു സെക്ഷൽ മെത്തേഡ് ആണ്. ബൈനറി ഫിഷൻ ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡ് ആണ് എന്ന് മനസ്സിലാക്കുക. അമീബയുടെ കേസ് പറയുമ്പോൾ മറ്റൊരു കേസ് കൂടി ഇവിടെ നമുക്ക് സൂചിപ്പിക്കണം. എന്ന് വെച്ചാല് അണ്ടർ അൺഫേവറബിൾ കണ്ടീഷൻ, ഇതിന് റീപ്രൊഡക്ഷന് സാധിക്കാത്ത കണ്ടീഷനുകളാണ് അൺഫേവറബിൾ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ അമീബ വിത്ത്ഡ്രോസ് ഇറ്റ്സ് സ്യൂഡോപോഡിയ എന്ന് പറയുന്ന അമീബ ഈര പിടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന കപടപാദങ്ങൾ എന്ന് മലയാളത്തിൽ പറയുന്നതിനാണ് സ്യൂഡോപോഡിയ എന്ന് പറയുന്നത്. മാത്രമല്ല സെക്രീറ്റ് ഒരു 3 ലെയേർഡ് ഹാർഡ് കവറിങ് സ്യൂഡോപോഡിയൊക്കെ വിത്ത്ഡ്രോ ചെയ്യുകയും കൂടാതെ ഒരു 3 ലെയറുള്ള ഒരു ഹാർഡ് കോട്ട് അല്ലെങ്കിൽ ഹാർഡ് സിസ്റ്റ് രൂപപ്പെടുകയും ചെയ്യുന്നു. ഈ ഫിനോമിനേനെ എൻസിസ്റ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ് എന്നാണ് ഇതിനെ പറയാ കേട്ടോ. അതായത് അൺഫേവറബിൾ കണ്ടീഷനിൽ അമീബ അതിന്റെ സ്യൂഡോപോഡിയ വിത്ത്ഡ്രോ ചെയ്യുകയും അതിന് ചുറ്റും ഒരു കട്ടിയുള്ള 3 ലെയേർഡ് ഹാർഡ് കവറിങ് അല്ലെങ്കിൽ സിസ്റ്റ് എന്നും പറയാറുണ്ട് ഹാർഡ് കോട്ടിങ്ങിന് കേട്ടോ. ആ സിസ്റ്റ് രൂപപ്പെടുകയും ചെയ്യുന്നു. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻസിസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിന് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ, അതിന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഫേവറബിൾ കണ്ടീഷൻ വരുന്ന സമയത്ത് എൻസിസ്റ്റഡ് അമീബ, ഓൾറെഡി എൻസിസ്റ്റ് ആയിരിക്കുന്ന അമീബ അതിനുള്ളിൽ ഡിവൈഡ് ചെയ്യുന്നു. അവിടെ ഒരു മൾട്ടിപ്പിൾ ഫിഷൻ ആയിരിക്കും നടക്കുക. അതായത് കൂടുതൽ ഡിവിഷൻ നടക്കും, മൾട്ടിപ്പിൾ ഫിഷൻ നടക്കുകയും പ്രൊഡ്യൂസ് മിനി മൈന്യൂട്ട് അമീബ, വളരെ ചെറിയ അമീബകൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയും അതിന് സ്യൂഡോപോഡിയോസ്പോർ എന്ന് കൂടി പറയാറുണ്ട് കേട്ടോ. അപ്പോ വളരെ ചെറിയ അമീബ ഉണ്ടാകുന്നു, സ്യൂഡോപോഡിയോസ്പോർ എന്ന് കൂടി പറയാറുണ്ട്. കുറെ കഴിയുമ്പോൾ സിസ്റ്റ് വാൾ ബേഴ്സ്റ്റ് ചെയ്ത് അത് പൊട്ടി ഈ സ്പോറുകളൊക്കെ ലിബറേറ്റ് ചെയ്യുകയാണ്. ചുറ്റുമുള്ള മീഡിയത്തിലേക്ക് ആ സ്പോറുകൾ ലിബറേറ്റ് ചെയ്യുകയും പിന്നീട് ആ അമീബ മിനി അമീബയായിട്ട് അത് പിന്നീട് വളർന്നു വരികയും ചെയ്യുന്നു. ഇങ്ങനെ വരുന്നതിനെയാണ് അല്ലെങ്കിൽ ഈ നടന്നതിനെയാണ് നമ്മൾ സ്പോറുലേഷൻ എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്പോറുലേഷൻ. അപ്പൊ 2-3 ടേമുകൾ ഇവിടെ പഠിക്കാനുണ്ട്. എൻസിസ്റ്റേഷൻ എന്ന് പറയുന്ന അറിയാം, 3 ലെയറുകൾ ഇങ്ങനെ വന്ന് ചേർന്നതിനെ എൻസിസ്റ്റേഷൻ എന്ന് പറയുന്നു. അതിനുള്ളിൽ മൾട്ടിപ്പിൾ ഫിഷൻ നടന്നത് കണ്ടു. മൾട്ടിപ്പിൾ ഫിഷൻ നടന്നതിന്റെ ഭാഗമായിട്ട് വരുന്ന സ്പോറുകളെ സ്യൂഡോപോഡിയോസ്പോർ അല്ലെങ്കിൽ മൈന്യൂട്ട് അമീബ എന്ന് നമ്മൾ വിളിച്ചു. അത് പിന്നീട് സിസ്റ്റ് വാള് ബേഴ്സ്റ്റ് ചെയ്തിട്ട് ആ സിസ്റ്റ് വാള് പൊട്ടിയിട്ട് ഈ പറയുന്ന സ്പോറുകളൊക്കെ പുറത്തുള്ള മീഡിയത്തിലേക്ക് വരികയും അതിന് നമ്മൾ സ്പോറുലേഷൻ എന്ന് പറയുന്ന ടേം ഉപയോഗിക്കുകയും ചെയ്യുന്നു. സ്പോറുലേഷൻ എന്ന് പറയുന്ന ടേം നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നു. ഓക്കെ ആണ്. അപ്പൊ അമീബയിൽ നമ്മൾ ബൈനറി ഫിഷൻ കണ്ടു. ബൈനറി ഫിഷൻ എന്താന്ന് നമുക്ക് ഒരു ധാരണ വന്നിട്ടുണ്ട്. അത് കൂടാതെ നമ്മളൊരു ചെറിയ നോട്ട് കൂടി അതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, മറ്റൊരു എസെക്ഷൽ മെത്തേഡ് ആയിട്ടുള്ള ബഡിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ, മറ്റൊരു എസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡാണ്. ബഡിങ്ങിൽ എന്താ പറയണെന്ന് വെച്ചാല് സ്മോൾ ബഡ്സ് റീപ്രൊഡ്യൂസ് ദാറ്റ് റിമെയിൻ അറ്റാച്ച്ഡ് ഇനീഷ്യലി വിത്ത് പാരന്റ്സ് ആൻഡ് ഗെറ്റ് സെപ്പറേറ്റഡ് ഓൺ മെച്ചുറേഷൻ. അതായത് ഈസ്റ്റിലൊക്കെ നടക്കുന്നത്, ഈസ്റ്റ് ഒരു ഫംഗസ് ആണ്. അപ്പൊ ഈസ്റ്റൊക്കെ ബഡിങ് നടക്കാറുണ്ട്. അതായത് ചെറിയ ബഡ്ഡുകൾ കണ്ടോ, സ്മോൾ ബഡ് ഇവിടെ ഫോം ചെയ്യുന്നു. ഇതാണ് ഒരു സ്മോൾ ബഡ്. അതിങ്ങനെ അറ്റാച്ച് ചെയ്ത് നിൽക്കും. ആദ്യത്തിൽ ഇത് അറ്റാച്ച് ചെയ്ത് നിൽക്കും. പിന്നീട് ആ ബഡ് ഒക്കെ വളർന്ന് അത് സെപ്പറേറ്റ് ആവുകയും പുതിയ ഓർഗാനിസ് ആവുകയും ചെയ്യുന്ന പ്രവൃത്തിനെയാണ് ബഡിങ് എന്ന് വിളിക്കുന്നത്. നമുക്ക് ടെക്സ്റ്റ് എക്സാമ്പിൾ ഈസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈസ്റ്റ് ഉണ്ട്. പിന്നെ അപ്പൊ ഒന്നുകൂടി പറയുന്നു, സ്മോൾ ബഡ്സ് പ്രൊഡ്യൂസർ റിമെയിൻ അറ്റാച്ച്ഡ് ഇനീഷ്യലി
ആദ്യം അത് അറ്റാച്ച് ചെയ്യുകയും പിന്നീട് അത് സെപ്പറേറ്റ് ചെയ്ത് മെച്യൂർഡ് ആവുകയും ചെയ്യുന്നു. അപ്പൊ ബൈനറി ഫിഷൻ പറഞ്ഞു, നമ്മളിപ്പോ ബഡ്ഡിങ് പറഞ്ഞു. ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു മെത്തേഡാണ്. ഫ്രാഗ്മെന്റേഷൻ മറ്റൊരു മെത്തേഡാണ്. ടൈപ്പ് ഓഫ് asexual reproduction, type of asexual reproduction where the body of an organism breaks into distinct pieces. Body of an organism breaks into distinct pieces. അതായത് ബോഡിയുടെ ഈ ഓർഗാനിസത്തിന്റെ ബോഡി പതുക്കെ ബ്രേക്ക് ചെയ്യുകയും പല പീസുകളായി മാറുകയും അതിൽ ഓരോ പീസ് അല്ലെങ്കിൽ അതിന് നമുക്ക് മറ്റൊരു ടേം ഉപയോഗിച്ച ഫ്രാഗ്മെന്റ് എന്ന് പറയാം, അത് പുതിയ ഓർഗാനിസമായി വളരുകയും ചെയ്യുന്നത് കാണാറുണ്ട്. പുതിയ ഓർഗാനിസമായിട്ട് വളരുന്നു, അങ്ങനെ ഓഫ്സ്പ്രിങ് അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. ഫ്രാഗ്മെന്റേഷൻ ഹൈഡ്രയിൽ നടക്കുന്നതായിട്ട് പറയുന്നുണ്ട്, ഹൈഡ്രയിൽ ബഡ്ഡിങ് നടക്കുന്നതായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഫ്രാഗ്മെന്റേഷൻ ഇപ്പൊ ഇതിൽ പറഞ്ഞു ഹൈഡ്രയിൽ ഉണ്ട്. എന്താണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഓർഗാനിസം ബ്രേക്സ് ഇൻ ടു ഡിസ്റ്റിങ്ക്റ്റ് പീസസ്, ഓർഗാനിസം പല പീസുകളായി മാറുകയും ഓരോ പീസ് പുതിയ ഓർഗാനിസമായി മാറുകയും ചെയ്യുന്ന ആ asexual റീപ്രൊഡക്ഷൻ മെത്തേഡിനെയാണ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഫ്രാഗ്മെന്റേഷൻ. ഓക്കെ ഫ്രാഗ്മെന്റേഷൻ. ഇനി ഫംഗൈ ആൻഡ് സിമ്പിൾ പ്ലാന്റ്സില് അപ്പൊ 3 മെത്തേഡുകൾ ഇവിടെ പറഞ്ഞു നമ്മള്. ബൈനറി ഫിഷൻ പറഞ്ഞു, ബഡ്ഡിങ് പറഞ്ഞു, ഫ്രാഗ്മെന്റേഷൻ പറഞ്ഞു. ഫ്രാഗ്മെന്റേഷനും ബഡ്ഡിങ്ങും കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ചില ഓർഗാനിസത്തിനെ എടുത്ത് പറയുമ്പോൾ ഫംഗയിലും സിമ്പിൾ പ്ലാന്റ്സിലും, അത് ആൽഗെ പോലുള്ള സിമ്പിൾ പ്ലാന്റ്സ് ആണ്, ആൽഗെ പോലുള്ള സിമ്പിൾ പ്ലാന്റ്സ് അവ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്പെഷ്യൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറുകളായിട്ടുള്ള asexual സ്പോർ ആയിട്ടുള്ള സൂസ്പോർ ആണ്. സ്പോറുകൾ നിലത്ത് വീണിട്ട് അല്ലെങ്കിൽ സ്പോറുകൾ വഴിയായിരിക്കും പുതിയ ഓഫ്സ്പ്രിങ് ഉണ്ടാകുന്നത്. അതാണ് കേട്ടോ സ്പോർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു മോട്ടൈൽ സ്ട്രക്ചർ ഒക്കെയാണ് സ്പോറിന്. അപ്പോ ഫംഗയിലും സിമ്പിൾ പ്ലാന്റ്സിലും ആൽഗെ പോലുള്ള സിമ്പിൾ പ്ലാന്റ്സിലൊക്കെ സ്പോറുകൾ വഴി asexual റീപ്രൊഡക്ഷൻ നടക്കുന്നത് കാണാറുണ്ട്. അത് മാത്രമല്ല മറ്റൊരു സ്ട്രക്ചറാണ് കൊനീഡിയ. ഫംഗസിലൊക്കെ കാണുന്ന, പ്രത്യേകിച്ച് പെനിസിലിയം എന്ന് പറയുന്ന ഫംഗസിൽ കാണുന്ന കൊനീഡിയ, പെനിസിലിയം എന്ന് പറയുന്ന ഫംഗസിൽ കാണുന്ന കൊനീഡിയ. നേരത്തെ പറഞ്ഞ ബഡ് ഹൈഡ്രയിൽ കാണാറുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഹൈഡ്രയിൽ ബഡ് ഉണ്ടാവാറുണ്ട് കേട്ടോ. ഹൈഡ്രയിൽ ബഡ് വഴി asexual റീപ്രൊഡക്ഷൻ ഉണ്ടാവാറുണ്ട്. പിന്നെ സ്പോഞ്ച് എന്ന് പറയുന്ന ഓർഗാനിസത്തിൽ ഗെമ്യൂൾസ് ആണ് അവിടുത്തെ റീപ്രൊഡക്ഷൻ, asexual റീപ്രൊഡക്ഷൻ സ്ട്രക്ചർ ആയിട്ട് പറയുന്നത്. സ്പോഞ്ചസില് ഗെമ്യൂൾസ് ആണ് പറയുന്നത്, ഗെമ്യൂൾസ് കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ കുറച്ച് ആളുകളെ കണ്ടിട്ടുണ്ട്. നമ്മൾ അതിനൊന്ന് പട്ടികപ്പെടുത്തുകയാണെങ്കിൽ asexual റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറുകൾ പറയുകയാണെങ്കിൽ ആൽഗെ ഫംഗയില്, ആൽഗെ എന്ന് പറഞ്ഞാൽ സിമ്പിൾ പ്ലാന്റ് ആണ്, ഫംഗൈ എന്ന് പറയുമ്പോൾ സൂസ്പോർ ആണ് അതിൽ വരുന്നത്. മൈക്രോസ്കോപ്പിക് ആണ്, മോട്ടൈൽ ആണ്. മൈക്രോസ്കോപ്പിക് ആണ്, മോട്ടൈൽ എന്ന് പറഞ്ഞാൽ ചലിക്കുന്നതാണ് കേട്ടോ സൂസ്പോർ. പെനിസിലിയം എന്ന് പറയുന്ന ഫംഗയില് കൊനീഡിയ എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ ഉണ്ട്. ഹൈഡ്രയില് ബഡ്സ് തന്നെയാണ്, ഹൈഡ്രയില് ബഡ്സ് തന്നെയാണ് പറയുന്നത്. പിന്നെ സ്പോഞ്ച് എന്ന് പറയുന്നതില് ഗെമ്യൂൾസ് ആണ്, ഗെമ്യൂൾസ് കേട്ടോ. ഇത് പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. കാരണം ഈ asexual റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറുകളുടെ പേരുകള് ചോദ്യങ്ങളായിട്ട് വരാറുള്ളതാണ്. asexual റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറുകൾ ആൽഗയില്, ഫംഗയില്, പെനിസിലിയത്തില്, ഹൈഡ്രയില്, സ്പോഞ്ചിലൊക്കെ. നമുക്ക് അതിന്റെ ചിത്രങ്ങൾ ഇവിടെ പരിശോധിക്കാവുന്നേ ഉള്ളൂ. ചിത്രങ്ങൾ ഇത് കാണുന്നത് സൂസ്പോർ ആണ് കേട്ടോ. അത് ഈ കാണുന്നത് സൂസ്പോർ ആണ്. ക്ലാമിഡോമോണസ് എന്ന് പറയുന്ന ആൽഗയിലെ സൂസ്പോർ ആണ് കാണിച്ചിരിക്കുന്നത്. ക്ലാമിഡോമോണസ് എന്ന് പറയുന്ന ആൽഗയിലെ. നമ്മൾ കൊനീഡിയ എന്ന് പറഞ്ഞല്ലോ. കൊനീഡിയ എന്ന് പറഞ്ഞത് പെനിസിലിയം എന്ന് പറയുന്ന ഫംഗസ് ആണ്. അതിൽ കൊനീഡിയ കണ്ടോ, ഏറ്റവും പുറമെയായി ഇങ്ങനെ അതിന്റെ പുറത്തായിട്ട് ഇങ്ങനെ കാണുന്ന അതാണ് കൊനീഡിയ കേട്ടോ, കൊനീഡിയ. അതുപോലെ തന്നെ ബഡ് ഉണ്ട്, ഹൈഡ്രയില് ബഡ് ഉണ്ട്, ഹൈഡ്രയില് ബഡ് ഉണ്ട് കണ്ടോ, ഹൈഡ്രയുടെ ബഡ് ഇവിടെ കാണാവുന്നതാണ്. പിന്നെ സ്പോഞ്ച് എന്ന് പറയുന്ന ഓർഗാനിസം, അതില് ഗെമ്യൂൾസ് ഉണ്ട്, ഗെമ്യൂൾസ്. അപ്പോ ഇതൊക്കെ asexual റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറുകളാണ്, asexual റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറുകളാണ് നമ്മൾ ഈ പരിചയപ്പെട്ടത് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഓരോന്നിന്റെ പേരുകൾ അറിയണം, അത് ഏത് ഓർഗാനിസ് ആണ് എന്നറിയണം. സൂസ്പോർ ആൽഗെ ഫംഗൈ ആണ്, കൊനീഡിയ പെനിസിലിയം എന്ന് പറയുന്ന ഫംഗസ് തന്നെയാണ്, ഹൈഡ്രബഡ്സ്, ഗെമ്യൂൾസ്, സ്പോഞ്ചസ്. ഇത്രയാണ് കാണുന്നത്. ഇനി നമ്മള് പ്ലാന്റുകളുടെ കേസ് പറയുമ്പോൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ എന്നാ പറയാം.
വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂള് പ്ലാന്റുകളിൽ നിന്ന് ഇങ്ങനെ മുളച്ച് പുതിയ പ്ലാന്റ് അല്ലെങ്കിൽ പുതിയ ചെടിയായിട്ടൊക്കെ മാറുമല്ലോ, അതിനെ നമ്മൾ പറയുന്നത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ എന്നാണ് പറയാ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂള്. ആ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ഏതൊക്കെയാ നോക്കാം. ഇപ്പൊ പൊട്ടറ്റോയില്, ഉരുളക്കിഴങ്ങില് ഐസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ് പുതിയ മുള വരുന്നത്. നമുക്ക് ചിത്രം കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. പൊട്ടറ്റോ ഐസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, ആ ഭാഗത്ത് നിന്ന് പുതിയ മുള പൊട്ടി വരാറുണ്ട് എന്ന് പറയുന്നു കേട്ടോ. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. പ്ലാന്റിന്റെ പേരറിയണം, അതിന്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ അറിയണം. പ്ലാന്റിന്റെ പേരറിയണം, അതിന്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ അറിയണം കേട്ടോ. അപ്പൊ പ്ലാന്റ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ എന്ന് പറയുന്ന രീതിയിലായിരിക്കും നമ്മൾ ഇത് കാണുക. പൊട്ടറ്റോയിൽ ഐസ് വരും. ജിഞ്ചറിന്റെ സ്ട്രക്ചർ പറയുന്നത് റൈസോം എന്നാണ്. ജിഞ്ചറിൽ പറയുന്നത് റൈസോം എന്നാണ് ഈ സ്ട്രക്ചറിന് പറയാ, റൈസോം കേട്ടോ. ജിഞ്ചർ റൈസോം എന്നാണ്. എഗേവ് എന്ന് പറയുന്ന പ്ലാന്റ് ബൾബിലാണ്. എഗേവ്, ഇതാണ് എഗേവ്. ബൾബിലാണ് ആ സ്ട്രക്ചർ പറയാ, ബൾബിലാണ്. ബൾബിൽ എന്നാണ് പറയാ. അതാണ് അതിന്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ. അതിൽ നിന്നാണ് പുതിയ ചെടി ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കണ്ടേ. ബ്രയോഫിലം എന്ന് പറയുന്നത് ലീഫ് ബഡ് ആണ്. ബ്രയോഫിലം എന്ന് പറയുന്ന ചെടിയുടെ ബഡ് എന്ന് പറയുന്നത് ലീഫ് ബഡ്സ് ആണ്. ഇവിടെ ചിത്രത്തിൽ കാണാം, കണ്ടോ. ഇലയിൽ നിന്ന് ബഡ് വന്ന് പുതിയ ചെടിയായിട്ടത് മാറും. ലീഫ് ബഡ്സ് ഓഫ് ബ്രയോഫിലം കേട്ടോ. നമുക്ക് പേരും അതിന്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളിന്റെ പേരും മതി. പ്ലാന്റിന്റെ പേര്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളിന്റെ പേര്. വാട്ടർ ഹയാസിന്ത് ഓഫ്സെറ്റ് എന്നാണ് പറയുന്നത്. വാട്ടർ ഹയാസിന്ത് നമുക്കറിയാം, അത് കുളവാഴ വാട്ടർ ഹയാസിന്ത്, അതിന്റെ ഓഫ്സെറ്റ് എന്നാണ് ഈ ഭാഗത്തിന് പറയാ. അതും വന്ന് പുതിയ ചെടികളായിട്ട് രൂപപ്പെട്ട് പോകുന്നു. ഓഫ്സെറ്റ് എന്നാണ് കേട്ടോ. അപ്പൊ ഇവിടെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളിന്റെ പേരുണ്ട് നമുക്ക്, അതേപോലെ പ്ലാന്റിന്റെ പേരുണ്ട്. പ്ലാന്റിന്റെ പേര് പൊട്ടറ്റോ, വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളിന്റെ പേര് ഐസ്. ജിഞ്ചർ ആണ്, ജിഞ്ചറിന് നമ്മൾ റൈസോം എന്ന് പറയും. എഗേവ് ആണ്, ബൾബിലാണ് അതിന്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂള്. ബ്രയോഫിലം ലീഫ് ബഡ് ആണ്. വാട്ടർ ഹയാസിന്ത് ഓഫ്സെറ്റ്. ഓക്കെ, അപ്പൊ അതിന്റെ ചിത്രങ്ങളും ഇവിടെ താഴെയുണ്ട്. ഇതും പ്രധാന ഒരു ഏരിയ ആണ്. നമ്മളിവിടെ സെക്ഷോ റീപ്രൊഡക്ഷൻ സ്ട്രക്ചറുകള് പഠിച്ച പോലെ തന്നെ ഇവിടെയും നമ്മൾ നല്ല ക്വസ്റ്റ്യൻസിന്റെ ഒരു സാധ്യതയുള്ള അല്ലെങ്കിൽ ക്വസ്റ്റ്യനുകൾ ഈ രീതിയിൽ ചോദിക്കാറുണ്ട്. പ്ലാന്റിന്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളുകൾ ഏതാണ് എന്നുള്ള രീതിയിൽ കേട്ടോ. അങ്ങനെയാണ് എസെക്ഷോ റീപ്രൊഡക്ഷൻ. ഏകദേശം പ്രധാനപ്പെട്ട ഏരിയകൾ ഇതാണ്. എസെക്ഷോ റീപ്രൊഡക്ഷനിലെ പ്രധാനപ്പെട്ട ഏരിയകളാണ് നമ്മളിപ്പോ കവർ ചെയ്ത്. എസെക്ഷോ റീപ്രൊഡക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നത് സെക്ഷോ റീപ്രൊഡക്ഷൻ ആണ്. പ്രധാനപ്പെട്ട മറ്റൊരു റീപ്രൊഡക്ഷൻ സെക്ഷോ റീപ്രൊഡക്ഷൻ. വലിയ ഓർഗാനിസങ്ങളിൽ സംഭവിക്കുന്നതാണ് സെക്ഷോ റീപ്രൊഡക്ഷൻ. അതിന്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇൻവോൾവ്സ് ഫോർമേഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ് ബൈ 2 individuals ടു ദ ഓപ്പോസിറ്റ് സെക്സ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്സ് റിസൾട്ട്സ് ഓഫ് സ്പ്രിംഗ്. അതായത് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ വരുന്നത് ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്സ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ അങ്ങനെ ഒരു കാര്യമില്ല. മെയിലും ഫീമെയിൽ ഗാമേറ്റുകളും ഇല്ല, അതിന്റെ ഫ്യൂഷൻ അങ്ങനെ വരുന്നില്ല. പക്ഷെ ഇവിടെ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ അതുണ്ട്. ഓഫ് സ്പ്രിങ് അങ്ങനെയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നോട്ട് ഐഡന്റിക്കൽ ടു ദ പാരന്റ്സ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ അങ്ങനെ ആയിരുന്നില്ല, ക്ലോൺസ് ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ജെനറ്റിക്കലി സിമിലർ ആയിരുന്നു, മോർഫോളജിക്കലി സിമിലർ ആയിരുന്നു. ദാറ്റ് ഇസ് നോൺ ആസ് ക്ലോൺസ്. ഇത് അങ്ങനെയല്ല, നോട്ട് ഐഡന്റിക്കൽ ടു ദ പാരന്റ്സ്, കാരണം അതിൽ ഫ്യൂഷൻ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പോയിന്റുകൾ ശ്രദ്ധിക്കുക. ഇവിടെ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്സ് എന്നുള്ളതും അത് ഓഫ് സ്പ്രിങ് സന്താനം എന്നുള്ളത് ഒരേപോലെ ആയിരിക്കില്ല എന്നുള്ളതും സെക്ഷൽ റീപ്രൊഡക്ഷൻ, സെക്ഷുവലല്ല സെക്ഷൽ റീപ്രൊഡക്ഷനിലെ പ്രധാന പോയിന്റുകളാണ്. നമ്മൾ അതിന്റെ ഇവന്റുകളിലേക്ക് കടക്കുമ്പോൾ ഇവന്റ്സ് ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ പറയുമ്പോൾ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് ഉണ്ട്, ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് ഉണ്ട്, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് ഉണ്ട്. അതായത് പ്രീ എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷന് മുമ്പുള്ളതും പോസ്റ്റ് എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷന് ശേഷമുള്ളതുമാണ്. പ്രീ എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷന് മുൻപുള്ളതും പോസ്റ്റ് എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷന് ശേഷമുള്ള ഇവന്റുകളാണ്.
ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ കൂടിച്ചേരലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്യൂഷൻ തന്നെയാണ് ഒരു തരത്തിൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതില് പ്രീ ഫെർട്ടിലൈസേഷൻ ഒന്ന് എടുക്കുകയാണെങ്കിൽ, പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റുകളിലേക്ക് പോവുകയാണെങ്കിൽ, all the events prior to fusion of gametes included in it. അതായത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഇവന്റ്സുകൾ എന്ന് പറഞ്ഞാല് പ്രിയർ ഫ്യൂഷൻ ഓഫ് ഗാമേറ്റ്സ്, ഗാമേറ്റുകളുടെ ഫ്യൂഷന് മുമ്പുള്ളതാണ് ഈ പറയുന്ന പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റുകളിൽ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ എന്ത് ഇവന്റുകളാണ് നടക്കണമെന്ന് ചോദിച്ചാൽ ഇതിൽ പ്രധാനമായി നടക്കുന്നത് ഗാമറ്റോജെനേസിസും ഗാമേറ്റ് ട്രാൻസ്ഫറുമാണ്. ഗാമറ്റോജെനേസിസും ഗാമേറ്റ് ട്രാൻസ്ഫറുമാണ് ഇതിൽ നടക്കുന്നത്. ഓക്കെ, പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സിൽ എന്ത് ഇവന്റുകളാണ് ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ ഗാമേറ്റോജെനേസിസ്, ഗാമേറ്റ് ട്രാൻസ്ഫർ. അതായത് ഗാമേറ്റ് ഉണ്ടാകുന്നത് അതിനെയാണ് ഗാമറ്റോജെനേസിസ്. നമുക്ക് അതിലേക്ക് വരാം. ഗാമറ്റോജെനേസിസ് എന്ന് പറഞ്ഞാൽ ഗാമേറ്റ് ഉണ്ടാകുന്നത്, ഗാമേറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അടുത്തത്. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സിൽ പ്രധാനമായി ഉള്ളത് കേട്ടോ. ഗാമറ്റോജെനേസിസ്, ഗാമേറ്റ് ട്രാൻസ്ഫർ, ഇത്രയാണ്. അതിൽ ഗാമറ്റോജെനേസിസിനെ പറ്റി പറയുമ്പോൾ ഗാമറ്റോജെനേസിസ് എന്ന് പറഞ്ഞാല് ദി പ്രോസസ് ഓഫ് ഫോമിങ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്സ്. ഗാമേറ്റ് ഉണ്ടാകുന്നു അവിടെ, അതാണ് ഗാമറ്റോജെനേസിസ്. ഗാമേറ്റ് ഉണ്ടാകുന്നു എന്നുള്ള പ്രോസസ്സ് തന്നെയാണ് ഗാമറ്റോജെനേസിസ് ആയിട്ട് ഇവിടെ പറയുന്നത്. പ്രോസസ് ഓഫ് ഫോമിങ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്സ്, അതിനെയാണ് ഗാമറ്റോജെനേസിസ് എന്ന് പറയുന്നത്. ഗാമേറ്റ്സുകൾ എങ്ങനെയായിരിക്കും? ഗാമേറ്റ്സ് എന്ന് പറഞ്ഞാല് ഹാപ്ലോയിഡ് സ്ട്രക്ചറുകളായിരിക്കും. ഹാപ്ലോയിഡ് സ്ട്രക്ചർ ക്യാൻ ഐദർ സിമിലർ ഓർ ഡിസിമിലർ അല്ലെങ്കിൽ ഡിഫറെന്റ് സ്ട്രക്ചർ. ഈ ഉണ്ടാകുന്ന ഗാമേറ്റുകൾ ഹാപ്ലോയിഡ് ആണ്. ഹാപ്ലോയിഡ് ആണ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ക്രോമസോമേ കാണുള്ളൂ. അതിനെ N കൊണ്ടൊക്കെയാണ് നമ്മൾ സൂചിപ്പിക്കാറ് കേട്ടോ. ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞ മറ്റൊരു വേർഡ് ഉണ്ട്, അത് 2N എന്നാണ്. അതിന് 2 സെറ്റ് ക്രോമസോം, അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്. ഈസി ആയിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാന്ന് വെച്ചാൽ ഹാപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ക്രോമസോമേ ഉള്ളൂ. ഇപ്പൊ നമ്മളെ ശരീരത്തിൽ 46 ഉണ്ടെങ്കിൽ ഹാപ്ലോയിഡ് ആണെങ്കിൽ നമ്മളുടെ ഗാമേറ്റ്, ഹ്യൂമൻ ബീയിങ്ങിന്റെ ഗാമേറ്റിൽ 23 കാണും. ഹ്യൂമൻ ബീയിങ്ങിന്റെ ഗാമേറ്റിൽ 23 കാണൂ. മറിച്ച് അത് നമ്മുടെ ബോഡി ആവുമ്പോൾ ഡിപ്ലോയിഡ് ആയി എന്ന് പറഞ്ഞാൽ 2 സെറ്റ് ക്രോമസോമായി 2 ഗാമേറ്റും കൂടി വന്നിട്ട് ഫ്യൂഷൻ ചെയ്ത് 2 സെറ്റ് ഗാമേറ്റ് ആയി. അപ്പൊ ഡിപ്ലോയിഡ് ആകും. അത് 2N-ഉം ഇത് N എന്ന് പറയുന്നത് ഹാപ്ലോയിഡും. അപ്പൊ ഗാമേറ്റ് ഏതാന്ന് ചോദിച്ചാൽ ഗാമേറ്റ് ഹാപ്ലോയിഡ് സെല്ലാണ്. ഗാമേറ്റ് ഹാപ്ലോയിഡ് സെല്ലാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഓർഗാനിസം ഡിപ്ലോയിഡ് ആയി മാറുള്ളൂ. അപ്പോ ഇത് ചിലപ്പോൾ സിമിലർ ആയിരിക്കാം, ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കാം. ഗാമേറ്റുകൾ അതിന്റെ സിമിലർ സ്ട്രക്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ ഡിഫറെന്റ് സ്ട്രക്ചർ ആയിരിക്കാം. അങ്ങനെ ഗാമേറ്റുകൾ സിമിലർ സ്ട്രക്ചർ ആയതിനെ ഹോമോഗാമേറ്റ്സ് എന്നും ഐസോഗാമേറ്റ്സ് എന്നും പറയാറുണ്ട്. ഗാമേറ്റുകൾ സിമിലർ സ്ട്രക്ചർ ആണെങ്കിൽ ചില ആൽഗകളിൽ കാണുന്ന പോലെ അത് ഒരേപോലെയാണ് ഇരിക്കുന്നതെങ്കിൽ ഹോമോഗാമേറ്റ്സ് എന്നോ ഐസോഗാമേറ്റ്സ് എന്നോ പറയാറുണ്ട്. ഹോമോഗാമേറ്റ്സ് എന്നോ ഐസോഗാമേറ്റ്സ് എന്നോ പറയാറുണ്ട്. ഇനി ഗാമേറ്റ്സ് മോർഫോളജിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ അത് ഹെട്രോഗാമേറ്റ്സ് എന്ന് പറയാറുണ്ട്. മോർഫോളജിക്കലി ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ വ്യത്യാസമുണ്ട്. ഹയർ ഓർഗാനിസത്തിലൊക്കെ അങ്ങനെയാണ്, ഹെട്രോഗാമേറ്റ്സ് ആയിരിക്കും. അപ്പൊ മെയിൽ ഗാമേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ ആന്ത്രസോയിഡോ അല്ലെങ്കിൽ സ്പെർമോ, ഹ്യൂമൻ ബീയിങ്ങിലൊക്കെ വരുന്ന സമയത്ത്, ഹയർ ഓർഗാനിസത്തിൽ വരുന്ന സമയത്ത് സ്പെർം എന്ന് പറയാറുണ്ടല്ലോ, ദാറ്റ് ഇസ് ഗാമേറ്റ്. മെയിൽ ഗാമേറ്റ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ചെറിയ ഓർഗാനിസത്തിലൊക്കെ ആകുമ്പോൾ അതിനെ ആന്ത്രസോയിഡ് എന്ന് പറയാറുണ്ട്. കുറച്ചും കൂടി ഹയർ ഓർഗാനിസം ഒക്കെ എത്തുമ്പോൾ അതിനെ സ്പെർം എന്ന് പറയാറുണ്ട്, മെയിൽ ഗാമേറ്റ്. ഫീമെയിൽ ഗാമേറ്റിന് ഓവെന്നും എഗ്ഗെന്നും ആണ് പറയാറ് സാധാരണ. ഓക്കെ, അപ്പൊ കണ്ടോ ഐസോഗാമേറ്റ്സ് നോക്കുമ്പോൾ ഐസോഗാമേറ്റ്സ് കണ്ടോ ഒരേപോലെ ഇരിക്കുകയാണ്. ഐസോഗാമേറ്റ്സ് ഒരു എക്സാമ്പിൾ പോലെ കാണിച്ചിട്ടുള്ളതാണ്. അതേപോലെ ഹെട്രോഗാമേറ്റ്സ് കണ്ടോ, ഇത് ഫീമെയിൽ ആണ്, ഇത് മെയിൽ ആണ്. അപ്പൊ അതിന് വ്യത്യാസമുണ്ട്, അതിന്റെ സൈസിലും സ്ട്രക്ചറിലൊക്കെ വ്യത്യാസമുണ്ട്. അത് ഹെട്രോഗാമേറ്റ്സ് ആണ്. അപ്പൊ കണ്ടോ മെയിൽ ഗാമേറ്റ് നമ്മൾ പറഞ്ഞു ഒന്നില്ലെങ്കിൽ അത് ആന്ത്രസോയിഡ്, ചെറിയ ഓർഗാനിസത്തിൽ ആന്ത്രസോയിഡ് അല്ലെങ്കിൽ ഹയറിൽ വരുമ്പോൾ സ്പെർം എന്ന് പറയാറുണ്ട്. ഫീമെയിൽ ഗാമേറ്റ് ആണെങ്കിൽ ഓവം, എഗ് എന്നാണ് പറയാറ്. അപ്പോ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സിലെ ഗാമറ്റോജെനേസിസ് കണ്ടു. നമ്മൾ അതിൽ ഗാമേറ്റ്സുകളെ പരിചയപ്പെട്ടു, ഒരേപോലെ ഇരിക്കുന്നതുണ്ട്, വ്യത്യസ്തമായിരിക്കുന്നതുണ്ട്, പേരുകള് ഒക്കെ പരിചയപ്പെട്ടു നമ്മൾ. ഓക്കെ, ഇനി അതിൽ പറയുന്നത് ഹോമോഗാമേറ്റ്സ് അല്ലെങ്കിൽ ഐസോഗാമേറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ തന്നെ ഒരു ചുരുക്കാണ്.
അത് തന്നെ അതിന്റെ വേറൊരു രൂപത്തിലുള്ള കാര്യങ്ങളാണ്. ഹോമോഗാമേറ്റ്സ്, ഗാമേറ്റ്സ് ആർ സോ സിമിലർ അപ്പിയറൻസ് ദാറ്റ് ദേ കനോട്ട് ബി കാറ്റഗറൈസ്ഡ് ആസ് മെയിൽ ആൻഡ് ഫീമെയിൽ എന്നുള്ളത്. സം ആൽഗയില്. ഹെട്രോഗാമേറ്റ്സ് ആണെങ്കിൽ മോർഫോളജിക്കലി ഡിസ്റ്റിങ്ക്റ്റ്, അത് സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ആയിട്ടുള്ള ഹയർ ഓർഗാനിസത്തിലാണ് കൂടുതൽ കാണുക. നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെയാണ് ആന്ത്രസോയിഡ്, സ്പേം എന്നുള്ളത്, എഗ്, ഓവം എന്നുള്ളത്. ഓക്കെ. ഇനി സെക്ഷുവാലിറ്റി ഇൻ ഓർഗാനിസംസ്. ചില ഓർഗാനിസത്തില് സെക്ഷുവാലിറ്റിന് ചില ടേമുകൾ ഉപയോഗിക്കും. ഇപ്പൊ മൊണേഷ്യസ് എന്ന് പറയുന്ന ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഓൺ ദ സെയിം പ്ലാന്റ്. ഇപ്പൊ പ്ലാന്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ ദ സെയിം പ്ലാന്റ്. ഒരേ പ്ലാന്റിൽ തന്നെ മെയിലും ഫീമെയിലും ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ മൊണേഷ്യസ് ഫ്ലവർ എന്നാണ് പറയാറ്. മൊണേഷ്യസ്. ഇപ്പൊ കുക്കുർബിറ്റ്സ്, വെള്ളരി പോലുള്ളതില്, അതേപോലെ കോക്കനട്ടിലൊക്കെ മൊണേഷ്യസ് ആണ്. എക്സാമ്പിൾ. ഡയേഷ്യസ് എന്ന് പറയുമ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഓൺ ദ സെപ്പറേറ്റ് പ്ലാന്റ്. പപ്പായ, ഡേറ്റ് പാമിലൊക്കെ കാണുന്നത് അങ്ങനെയാണ്. എക്സാമ്പിൾസ്. അപ്പൊ ഈ ടേമുകൾ ശ്രദ്ധിക്കണം. ഈ ടേമുകൾ എന്ന് പറഞ്ഞാല് സെക്ഷുവാലിറ്റി കാണിക്കുന്ന, അതായത് ഒരേ പ്ലാന്റിൽ തന്നെ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ എന്ന് വരുന്നതാണ് മൊണേഷ്യസ്. മെയിലും ഫീമെയിലും സെപ്പറേറ്റ് പ്ലാന്റുകളിലാണെങ്കിൽ അത് ഡയേഷ്യസ് ആണ്, വിത്ത് എക്സാമ്പിളോട് കൂടി, അല്ലേ? വിത്ത് എക്സാമ്പിൾ. ഡയേഷ്യസിന് പപ്പായ, ഡേറ്റ് പാം ആണെങ്കിൽ മൊണേഷ്യസ്, കുക്കുർബിറ്റ്സ്, കോക്കനട്ട് ആണ് പറയുന്നത്. ഇനി ഫംഗയില് ആ ഒരു കണ്ടീഷനെ പറയാറുണ്ട്. ഫംഗയില് ബൈസെക്ഷൽ ആണെങ്കിൽ, അതായത് രണ്ട് സെക്സും ഒരേ താലസ് എന്നാണ് ഫംഗസ് ബോഡീനെ പറയാ. താലസ് എന്നൊക്കെ പറയാറുണ്ട്. ഫംഗയിലോ അല്ലെങ്കിൽ മറ്റ് ചെറിയ പ്ലാന്റുകളിലൊക്കെ താലസ് എന്നാണ് പറയാ. അപ്പോ രണ്ട് ബൈസെക്ഷൽ ആണെങ്കിൽ ഹോമോതാലയാണ്, അല്ലെങ്കിൽ മൊണേഷ്യസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ബൊണേഷ്യസ്, പ്ലാന്റിൽ മൊണേഷ്യസ് എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതിന് ഹോമോതാലിക് എന്ന് പറയാറുണ്ട്. യൂണിസെക്ഷൽ ആണെങ്കിൽ ഹെട്രോതാലിക് ആണ്. യൂണിസെക്ഷൽ ആണെങ്കിൽ ഓരോ മെയില് ഫീമെയില് വ്യത്യസ്തമായ താലസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ബോഡിയാണ്. അതിന് തന്നെയാണ് നമ്മൾ ഡയേഷ്യസ് എന്ന് പറഞ്ഞത്, ഇവിടെ ഡയേഷ്യസ് എന്ന് പറഞ്ഞത്. അപ്പൊ ചെറിയ ഓർഗാനിസത്തില് താലസേ ഉണ്ടാവുള്ളൂ. താലസ് ഉണ്ടാവുമ്പോൾ നമ്മൾ ഈ രീതിയിലായിരിക്കും അതിനെ പറയാ, ഹോമോതാലൈ, ഹെട്രോതാലൈ എന്നുള്ള രീതിയിലായിരിക്കും. ഹോമോതാലൈ, ഹെട്രോതാലൈ എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ആ ടേമുകൾ പരിചയപ്പെടുന്നത് കേട്ടോ. ഹോമോതാലൈ എന്ന് പറഞ്ഞാൽ മൊണേഷ്യസ്, അതേപോലെ ഹെട്രോതാലൈ എന്ന് പറഞ്ഞാൽ ഡയേഷ്യസ് എന്നുള്ളതാണ്. ഓക്കെ. അപ്പോ നമ്മളിവിടെ രണ്ട് ടേമുകളാണ് പ്രധാനപ്പെട്ട് പരിചയപ്പെട്ടത്, വിത്ത് എക്സാമ്പിളോട് കൂടിയിട്ട്. സെക്ഷുവാലിറ്റി കാണിക്കുന്ന രണ്ട് ടേമുകൾ, മൊണേഷ്യസ് ആൻഡ് ഡയേഷ്യസ്. അതുപോലെ തന്നെ മറ്റൊരു ടേമാണ് സ്റ്റാമിനേറ്റ് പിസ്റ്റിലേറ്റ് ഫ്ലവർ. സ്റ്റാമിനേറ്റ് ഫ്ലവർ എന്ന് പറഞ്ഞാല് യൂണിസെക്ഷൽ മെയിൽ ഫ്ലവർ ആണ്. അതില് മെയിൽ സെക്സ് ഓർഗൻ ആയിട്ടുള്ള ഫ്ലവറിലെ മെയിൽ സെക്സ് പാർട്ടായിട്ടുള്ള സ്റ്റെയ്മൻസ് കാണുന്ന ഫ്ലവറുകൾ. യൂണിസെക്ഷൽ ആയിരിക്കും അവര്, അതിൽ മെയിൽ ഫ്ലവറേ കാണുള്ളൂ. മെയിൽ ഫ്ലവറിലായിരിക്കും സ്റ്റെയ്മൻസ് കാണുക. അതുകൊണ്ട് ഇതിനെ സ്റ്റാമിനേറ്റ് എന്ന് വിളിക്കുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട, സ്റ്റാമിനേറ്റ് മെയിൽ ഫ്ലവർ ആണ്. എന്തുകൊണ്ടായിരിക്കും അത് മെയിൽ ഫ്ലവർ ആയത്? സ്റ്റെയ്മൻ ഉള്ളത് കൊണ്ടാണ്. സ്റ്റെയ്മൻ എന്ന് പറയുന്നത് മെയിൽ സെക്സ് പാർട്ടാണ് അതിലെ. പിസ്റ്റിലേറ്റ് എന്ന് പറയുമ്പോൾ യൂണിസെക്ഷൽ ഫ്ലവർ തന്നെയാണ്, ഫീമെയിൽ ഫ്ലവർ ആണ്. അതിൽ പിസ്റ്റിൽ എന്ന് പറയുന്ന ഫീമെയിൽ സെക്സ് പാർട്ട് അതിലുണ്ട്. ഫീമെയിൽ സെക്സ് ഓർഗൻ ആയിട്ടുള്ള പിസ്റ്റിൽ കാണപ്പെടുന്നതുകൊണ്ടാണ് അത് പിസ്റ്റിലേറ്റ് ഫ്ലവർ ആയിട്ടുള്ളത്. ഇപ്പൊ രണ്ട് ടൈപ്പ് ഫ്ലവറുകൾ നമ്മൾ പറയുമ്പോൾ, ഇപ്പൊ മെയിൽ ഫ്ലവർ ആണെങ്കിൽ മെയിൽ മാത്രമേ അതിലുള്ളൂ, സ്റ്റെയ്മൻ മാത്രമുള്ളതാണെങ്കിൽ അതിന് സ്റ്റാമിനേറ്റ് ഫ്ലവർ ആണെന്നും, ഫീമെയിൽ ഫ്ലവർ ആണ് അതിൽ പിസ്റ്റിലേ ഉള്ളൂ എങ്കിൽ അത് പിസ്റ്റിലേറ്റ് ഫ്ലവർ എന്നും പറയുന്നതായിട്ട് കാണാം. രണ്ട് ടേമുകൾ കണ്ടു നമ്മൾ, സ്റ്റാമിനേറ്റ്, പിസ്റ്റിലേറ്റ്. ഇനി എനിമൽസിലെ സെക്ഷൽ കണ്ടീഷൻ പറയുകയാണെങ്കിൽ, എനിമൽസിലെ സെക്ഷൽ കണ്ടീഷൻ ബൈസെക്ഷൽ എന്ന് പറയുന്ന കണ്ടീഷൻ ആണ് എങ്കിൽ ഹെർമാഫ്രോഡൈറ്റ്സ് എന്ന് പറയുന്നത് ബൈസെക്ഷൽ. നമ്മൾ നേരത്തെ പറഞ്ഞ ബൈസെക്ഷൽ മെത്തേഡ് ഉണ്ടല്ലോ ഇവിടുത്തെ, അത് എനിമൽസിൽ വരുമ്പോൾ ഹെർമാഫ്രോഡൈറ്റുകൾ എന്ന് പറയാറുണ്ട്. ഹെർമാഫ്രോഡൈറ്റ്, ആ ടേം ഒന്ന് ശ്രദ്ധിക്കണം, ഹെർമാഫ്രോഡൈറ്റ്. എക്സാമ്പിൾ എർത്ത് വേം, സ്പോഞ്ച്, ടേപ്പ് വേം, ലീച്ച്, ഇതൊക്കെ ബൈസെക്ഷലില് എക്സാമ്പിളിൽ വരുന്നതാണ്. എർത്ത് വേം, സ്പോഞ്ച്, ടേപ്പ് വേം, ലീച്ച്. യൂണിസെക്ഷൽ നമുക്കറിയാം, കോക്രോച്ച്, ഹ്യൂമൻ ഒക്കെ യൂണിസെക്ഷൽ ഇതിൽ വരുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള മെയില് ഫീമെയില് വേർതിരിച്ച് വരുന്ന യൂണിസെക്ഷൽ ആയിട്ടുള്ള ഓർഗാനിസത്തിൽ പെടുന്ന, എനിമൽസിൽ പെടുന്നതാണ് കേട്ടോ, എനിമൽസിൽ. അപ്പൊ ഹെർമാഫ്രോഡൈറ്റ് വിത്ത് എക്സാമ്പിള്, അതേപോലെ യൂണിസെക്ഷൽ എനിമലും കൂടി അതിൽ വരുന്നുണ്ട്, യൂണിസെക്ഷൽ എനിമൽ കൂടി. ഓക്കെ. അപ്പൊ അത് കൂടി ആ ടേം കൂടി ശ്രദ്ധിക്കണം. ഇനി പ്ലോയിഡി ഗാമേറ്റ്സ് ആൻഡ് ഓർഗാനിസം, ഞാൻ മുൻപ് നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ഭാഗം തന്നെയാണ്.
പ്ലോയിഡി. ഗാമേറ്റ്സിലെ ആപ്ലോയിഡ് ആയിരിക്കും എന്ന് പറഞ്ഞില്ലേ, ഗാമേറ്റ്സിലെ ആപ്ലോയിഡ് ആയിരിക്കും. കണ്ടെയ്ൻ ഹാഫ് ഓഫ് ദ ക്രോമസോം, ഒരു സെറ്റ് ക്രോമസോം എന്ന് പറഞ്ഞത് ഇപ്പൊ മെയിൽ ഇപ്പൊ ഫാദറിന്റെ സൈഡിൽ നിന്നും മദറിന്റെ സൈഡിൽ നിന്നും വരുന്നു എന്നുള്ളതിന്റെ തന്നെ ഹാഫ്, ഈ പറഞ്ഞ 46 ആണെങ്കിൽ ഹാഫ് എന്ന് പറയുമ്പോ 23 കാണൂ ഹാപ്ലോയിഡില്. മനസ്സിലായല്ലോ. കണ്ടെയ്ൻ ഹാഫ് സെറ്റ് ഓഫ് ക്രോമസോമെ എന്ന് പറയുന്നതാണ് ഗാമേറ്റ്സിലുള്ളത്. ഹാപ്ലോയിഡ് എന്ന് പറയുന്ന കണ്ടീഷൻ അതാണ്. മിക്കവാറും എല്ലാ ഓർഗാനിസും ഗാമേറ്റുകളിലെ ഹാപ്ലോയിഡ് ആണ്. ഓൾ ഓർഗാനിസും ഗാമേറ്റ് ഹാപ്ലോയിഡ് ആയിട്ടാണ് പറയുന്നത് കേട്ടോ. ഹാപ്ലോയിഡ്. അപ്പോ മെയിൻ പ്ലാൻ ബോഡി ഓഫ് ഓർഗാനിസം സിംഗിൾ സെറ്റ് ഓഫ് ക്രോമസോംസ്. ദെൻ ആൽഗെ, ഫംഗൈ, ബ്രയോഫൈറ്റ്. ഇവരൊക്കെ ഹാപ്ലോയിഡ് കണ്ടീഷനിൽ തന്നെയാണ് അവരുടെ മെയിൻ പ്ലാൻ ബോഡി പോണത്. ഈ ആൽഗെ, ഫംഗൈ, ബ്രയോഫൈറ്റ് ഒക്കെ മെയിൻ പ്ലാൻ ബോഡി ഓഫ് ഓർഗാനിസം ആസ് എ സിംഗിൾ സെറ്റ് ഓഫ് ക്രോമസോം. സിംഗിൾ സെറ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരു സെറ്റ് ക്രോമസോമേ ഉള്ളൂ. 2 സെറ്റ് ക്രോമസോം ആകുമ്പോഴാണ് ഇത് ആകുന്നത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്, ഹ്യൂമൻ ബീയിങ്ങിന്റെ കേസിൽ വെച്ചിട്ടൊരു ഉദാഹരണം പറഞ്ഞതാണ് കേട്ടോ. അത് 46, 23 എന്നൊക്കെ. അതിൽ ഡിപ്ലോയിഡ് ആണെങ്കിൽ മെയിൻ പ്ലാൻ ബോഡി ഓഫ് ഓർഗാനിസം ഡബിൾ സെറ്റ് ഓഫ് ക്രോമസോം. 2 സെറ്റ് ക്രോമസോം ഉണ്ടെങ്കിൽ അതിന് ഡിപ്ലോയിഡ് കണ്ടീഷൻ എന്നും അതിന് 2n എന്നും വിളിക്കും. ഡിപ്ലോയിഡ് കണ്ടീഷൻ എന്നും 2n എന്നുമാണ് അതിനെ വിളിക്കുക. 2n എന്നാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. അത് ടെറിഡോഫൈറ്റ് എന്ന് പറയുന്ന പ്ലാന്റ്സില്, ജിംനോസ്പേം എന്ന് പറയുന്ന പ്ലാന്റ്സുകളില്, ആൻജിയോസ്പേം എന്ന് പറയുന്ന പ്ലാന്റ്സുകളില്, മോസ്റ്റ് ഓഫ് അനിമൽസിലൊക്കെ നമ്മുടെ മെയിൻ പ്ലാൻ ബോഡി എന്ന് പറയുന്നത് ഡബിൾ സെറ്റ് ക്രോമസോം ആണ്, ഡിപ്ലോയിഡ് കണ്ടീഷൻ ആണ്. പക്ഷെ ചില ആൽഗകള്, ബ്രയോഫൈറ്റിലൊക്കെ മെയിൻ പ്ലാൻ ബോഡി ഹാപ്ലോയിഡ് കണ്ടീഷൻ ആയിട്ടും പറയുന്നുണ്ട് എന്ന് പറഞ്ഞു, നമ്മൾ മുൻപ് കണ്ടതാണത്. പക്ഷെ വലിയ ഓർഗാനിസത്തിലേക്ക് കടക്കുമ്പോൾ മെയിൻ പ്ലാൻ ബോഡി ഡിപ്ലോയിഡ് കണ്ടീഷനുകളിലാണ് കാണുക. ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ അതിൽ എത്ര സെറ്റ്? 2 സെറ്റ് ക്രോമസോം ഉണ്ടാകും. ഈ ക്രോമസോമുകളുടെ കണ്ടീഷന്റെ പേരാണ് ഈ പറയുന്ന പ്ലോയിഡി എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പ്ലോയിഡി. ഇനി നമ്മളപ്പോ ഗാമറ്റോജെനേസിസ് എന്ന് പറയുന്ന ഭാഗം ആണ് നമ്മളിപ്പോ ഇവിടെ കണ്ടത്. ഗാമേറ്റുകളുടെ പ്രൊഡക്ഷൻ, ഗാമേറ്റിൽ വരുന്ന പ്ലോയിഡി, അങ്ങനെയൊക്കെ പറഞ്ഞ് ഗാമേറ്റുകൾ ഉണ്ടായി എന്ന് വിചാരിക്കുക. ഗാമേറ്റുകൾ ഉണ്ടാകുകയും പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സിൽ രണ്ടാമതായി വരുന്നത് ഗാമേറ്റുകൾ ഉണ്ടായി കഴിഞ്ഞാല് ആ ഗാമേറ്റുകൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടണം. ഗാമേറ്റുകളുടെ ജെനേസിസ് ഒക്കെ നടന്നു കഴിഞ്ഞാലും ഗാമേറ്റുകൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടണം എന്ന് പറഞ്ഞു. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതിനെയാണ് ഗാമേറ്റ് ട്രാൻസ്ഫർ എന്ന് വിളിക്കുന്നത്. ഗാമേറ്റുകൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടണം. അപ്പോ മെജോറിറ്റി ഓഫ് ഓർഗാനിസത്തില് മെയിൽ ഗാമേറ്റ് മോട്ടൈൽ ആയിരിക്കും. മോട്ടൈൽ എന്ന് പറഞ്ഞാൽ ചലിക്കുന്നതായിരിക്കും. ഫീമെയിൽ ഗാമേറ്റിന്റെ മോട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ മിക്കവാറും അത് സ്റ്റേഷനറി, അങ്ങനെ നിൽക്കുന്നതായിരിക്കും കേട്ടോ. മീഡിയം എന്ന് പറഞ്ഞാൽ ഇത് ഈ മെയിൽ ഗാമേറ്റ് ഫീമെയിൽ ഗാമേറ്റിന്റെ അടുത്തേക്ക് എത്തണമല്ലോ. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന മീഡിയം പല രീതിയിൽ ഉണ്ടാവും. എയർ, വാട്ടർ തുടങ്ങിയിട്ടുള്ള മീഡിയങ്ങളിലൂടെയാണ് മെയിൽ ഗാമേറ്റ് സഞ്ചരിക്കാറുള്ളത്. ഇനി ചില ആൽഗകള് അല്ലെങ്കിൽ ഫംഗസ് ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ രണ്ടും മോട്ടൈൽ ആയിട്ടുള്ളത് കാണാറുണ്ട്. വാട്ടർ ആയിരിക്കും അതിന്റെ മീഡിയം വരുന്നത്. ഇനി പ്ലാന്റ്സിലേക്ക് കടക്കുകയാണെങ്കിൽ സിമ്പിൾ പ്ലാന്റ്സിലേക്ക് ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ് എന്നൊക്കെ പറയുന്നത് പ്ലാന്റുകളാണ്. അവയുടെ മെയിൽ ഗാമേറ്റ് മോട്ടൈൽ ആയിരിക്കും, ഫീമെയിൽ ഗാമേറ്റ് സ്റ്റേഷനറി ആണ്. മോസ്റ്റ് ഓഫ് ദി ഫീമെയിൽ ഗാമേറ്റ് സ്റ്റേഷനറി ആയിട്ടാണ് നിൽക്കുന്നത്. അതില് മെയിൽ ഗാമേറ്റ് അവിടേക്ക് എത്തുക എന്നുള്ളതാണ്. മെയിൽ ഗാമേറ്റ് അവിടേക്ക് എത്തുക വാട്ടറിലൂടെ ആയിരിക്കും ഇത്തരം പ്ലാന്റുകളിലൊക്കെ പ്രധാനമായും. ആൽഗെ ആവട്ടെ, ബ്രയോഫൈറ്റ് ആവട്ടെ, ടെറിഡോഫൈറ്റിലൊക്കെ വാട്ടറിലൂടെ മെയിൽ ഗാമേറ്റ് അവിടെ എത്തുക എന്നുള്ളതാണ് കേട്ടോ. ഇനി ഇതിന്റെ ട്രാൻസ്ഫർ എങ്ങനെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചാല് നമ്മൾ കേട്ടിട്ടുള്ള ഒരു വേർഡാണ് പോളിനേഷൻ എന്നുള്ളത്. പോളിനേഷൻ, പരാഗണം എന്ന് മലയാളത്തിൽ പറയുന്ന പോളിനേഷൻ. അതായത് ഗാമേറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. പ്ലാന്റ്സിൽ ഗാമേറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് പോളിനേഷൻ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്തായിരിക്കും? യഥാർത്ഥത്തിൽ ആ മെയിൽ ഗാമേറ്റിനെ വഹിക്കുന്ന പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നതിനെ ഫീമെയിൽ ഗാമേറ്റിന്റെ അടുത്തേക്ക്, എഗ്ഗിനടുത്തേക്ക് എത്തിക്കുന്ന പ്രവർത്തനമാണ് പോളിനേഷൻ കേട്ടോ. അപ്പൊ ആ പോളിനേഷൻ കഴിയുമ്പോഴാണ് മെയിൽ ഗാമേറ്റ് എവിടെ എത്തുന്നത്? ഫീമെയിൽ ഗാമേറ്റ് ആയിട്ടുള്ള എഗ്ഗിന്റെ അവിടേക്ക് എത്തുന്നത്. ഇനി ബൈസെക്ഷൽ പ്ലാന്റുകളിൽ അതെങ്ങനെയാണ് നടക്കുക? ബൈസെക്ഷൽ പ്ലാന്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗമാണ്. ബൈസെക്ഷൽ പ്ലാന്റുകളിൽ സെൽഫ് പോളിനേഷൻ ആയിരിക്കും.
അതായത് അവിടെ പോളൻ ഗ്രെയിൻസ് ഉദ്ദേശിക്കുന്നത് ഇതിലായിരിക്കും മെയിൽ ഗ്യാമേറ്റ് ഉണ്ടായിരിക്കുക കേട്ടോ. പോളൻ ഗ്രെയിൻസിനകത്താണ് മെയിൽ ഗ്യാമേറ്റ് ഉണ്ടായിരിക്കുക. ആർ ട്രാൻസ്ഫേർഡ് ഫ്രം അനദർ ടു ദ സ്റ്റിഗ്മ, ആന്തർ ടു ദി സ്റ്റിഗ്മ, ഫ്രം ആന്തർ ടു ദ സ്റ്റിഗ്മ. ആന്തർ എന്ന് പറയുന്നത് പോളൻ ഗ്രെയിൻസ് ഇരിക്കുന്ന ഭാഗമാണ്. ആന്തർ എന്ന് പറയുന്നത് പോളൻ ഗ്രെയിൻസ് ഉള്ള ഭാഗമാണ്. അതിൽ നിന്ന് സ്റ്റിഗ്മയിലേക്ക് പോകുന്നു. സ്റ്റിഗ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലാന്റില് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായിട്ടുള്ള ഗൈനീഷ്യം അല്ലെങ്കിൽ നമ്മൾ പിസ്റ്റിൽ എന്നൊക്കെ നേരത്തെ പറഞ്ഞില്ലേ, അതിന്റെ ഒരു ഭാഗമാണ്. അതാണ് ഇപ്പൊ ഞാൻ വരച്ചത്. ഇത് ഒരു ഫ്ലവർ ആണെന്ന് വിചാരിക്കുക. ആ ഫ്ലവറില് ഈ കാണുന്ന ഭാഗമാണ് സ്റ്റിഗ്മ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റിഗ്മ ഇവിടെയാണ് നമ്മളുടെ ഫീമെയിൽ ഗ്യാമേറ്റ് ഒക്കെ ഇരിക്കുക. ഇത് ഓവറിയാണ്. ഓവറിക്കുള്ളിൽ ഓവ്യൂളിനകത്താണ് ഉണ്ടാവുക. അപ്പൊ ഇവിടെ പോളൻ ഗ്രെയിൻസ് ഇവിടെ വന്നിട്ടായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുക. പോളൻ ഗ്രെയിൻസ് ഇവിടെ വന്നിട്ടായിരിക്കും വീഴുക, സ്റ്റിഗ്മയിലായിരിക്കും വീഴുക. അപ്പോ സ്റ്റിഗ്മയില് വീഴുന്ന സമയം സ്റ്റിഗ്മയില് ബൈസെക്ഷൽ പ്ലാന്റിന് ഈസിയാണ്. കാരണം ഇത് ഇത് നമ്മുടെ സ്റ്റേമൻ ആണ്, ഇത് സ്റ്റേമന്റെ ആന്തർ ആണ്. ഈ ആന്തറിനകത്ത് പോളൻ ഗ്രെയിൻ ഈസി ആയിട്ട് ഈ സ്റ്റിഗ്മയിലേക്ക് പതിക്കാൻ സാധിക്കും, ഈസി ആയിട്ട് സ്റ്റിഗ്മയിലേക്ക് വീഴാൻ സാധിക്കും. ബൈസെക്ഷലും ആണെങ്കിൽ രണ്ട് മെയിലും ഫീമെയിൽ സെക്സ് ഓർഗൻസും അതിലുണ്ടല്ലോ, അപ്പൊ ഈസി ആയിട്ട് ഇതിലേക്ക് പതിക്കാൻ സാധിക്കും. അപ്പോ അവ ലൊക്കേറ്റഡ് വളരെ ക്ലോസ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ സാധിക്കുന്നത്. ബൈസെക്ഷനിൽ പോളൻ ഗ്രെയിൻ വീഴുന്നത് വളരെ ഈസി ആയിട്ടായിരിക്കും, വളരെ ക്ലോസ് ആയിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രോസ് പോളിനേറ്റിംഗ് പ്ലാന്റ്സ് ഉണ്ട്. ക്രോസ് പോളിനേറ്റിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാല് പോളൻ ഗ്രെയിൻസ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം ദ ആന്തർ ടു വൺ ഫ്ലവർ ടു ദി സ്റ്റിഗ്മ ഓഫ് അനദർ ഫ്ലവർ. ഇനി മറ്റൊരു ഫ്ലവറിലേക്കാണ് ഇത് വീഴുന്നതെങ്കിൽ, ഇത് അടുത്ത ഫ്ലവർ ആണെന്ന് വിചാരിക്കുക, മറ്റൊരു ഫ്ലവറിന്റെ സ്റ്റിഗ്മയിലേക്കാണ് പോളൻ ഗ്രെയിൻസ് പോകുന്നതെങ്കിൽ ഇതിനെ ക്രോസ് പോളിനേഷൻ എന്നാ വിളിക്കാം. ക്രോസ് പോളിനേഷൻ. മറ്റേ സെൽഫ് പോളിനേഷൻ ആണ്. ഒരേ ഫ്ലവറിൽ തന്നെ വീഴുന്നതല്ലേ, അത് സെൽഫ് പോളിനേഷൻ ആണ്. ഇത് മറ്റൊരു ഫ്ലവറിലേക്ക് പോകുന്നതല്ലേ, അതിന് ക്രോസ് പോളിനേഷൻ എന്നാ വിളിക്കുക. ഒരേ ഫ്ലവറിന്റെ ഉള്ളിൽ തന്നെയാണ് സംഭവിച്ചതെങ്കിൽ അത് സെൽഫ് പോളിനേഷൻ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഇവിടെ മറ്റൊരു ഫ്ലവറിലേക്കാണ് പോയിട്ടുള്ളത്. എന്താ പോയിരിക്കുന്നത്? പോളൻ ഗ്രെയിൻസ് ആണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. ഏതിൽ നിന്നാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്? ആന്തറിൽ നിന്നാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. എവിടേക്കാണ് പോയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ സ്റ്റിഗ്മയിലേക്കാണ് പോയിരിക്കുന്നത് കേട്ടോ. ഇതിനെയാണ് പോളിനേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ്. നമുക്കറിയാലോ, പരാഗണം നടത്തുന്ന പ്രാണികളെ പറ്റി അറിയാം, ഇൻസെക്റ്റുകളെ പറ്റി അറിയാം. എയർ പരാഗണം നടത്തുന്നുണ്ട്, വാട്ടർ പരാഗണം നടത്തുന്നുണ്ട്, പോളിനേഷൻ. ഇതിലൊക്കെ മീഡിയം ഉപയോഗിക്കും കേട്ടോ. ക്രോസ് പോളിനേഷന് മീഡിയ അത്യാവശ്യമാണ്, ഏജൻസ് അത്യാവശ്യമാണ് കേട്ടോ. അപ്പോ ഗാമേറ്റ് ട്രാൻസ്ഫർ ആണ് ഞാനിവിടെ പറഞ്ഞത്. ഗാമേറ്റ് ട്രാൻസ്ഫർ ആണ് പറഞ്ഞത്, ഗാമേറ്റ് ട്രാൻസ്ഫർ. ഓക്കെ. ഇനി ഫെർട്ടിലൈസേഷൻ ആണ്. അപ്പൊ ഇവന്റുകളിൽ രണ്ടാമത്തെ ഇവന്റ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഷൻ. മറ്റേത് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റുകളാണ് നമ്മൾ സംസാരിച്ച ഗാമേറ്റ് ട്രാൻസ്ഫറും ഒപ്പം ഗാമറ്റോജെനേസിസും. അത് കഴിഞ്ഞ് നമ്മൾ ഫെർട്ടിലൈസേഷനിലേക്ക് വരുമ്പോ ഫെർട്ടിലൈസേഷനിൽ എന്താ ഉണ്ടാവുക? ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ് ആണ് ഉണ്ടാവുക. ഈ ഗാമേറ്റുകള് ഇപ്പൊ മെയിൽ ഗാമേറ്റ് വന്നു, ഫീമെയിൽ ഗാമേറ്റിന്റെ അടുത്തെത്തി, അത് കഴിഞ്ഞ് അതിന് ഫ്യൂഷൻ നടന്ന് മറ്റൊരു ആള്, അതായത് സൈഗോട്ട് ഉണ്ടായി. ദിസ് ഈസ് സൈഗോട്ട്. മനസ്സിലായോ? ഇത് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു, അതിനെ സിംഗമി എന്ന് പറയും. ഇതിന് ഫെർട്ടിലൈസേഷൻ മറ്റൊരു ടേം ഉപയോഗിക്കുന്നു, സിംഗമി. ഇറ്റ് പ്രൊഡ്യൂസസ് അല്ലെങ്കിൽ ഇറ്റ് റിസൾട്ട്സ് എ ഫോർമേഷൻ ഓഫ് ഡിപ്ലോയിഡ് സൈഗോട്ട്. ഇറ്റ് റിസൾട്ട്സ് എ ഫോർമേഷൻ ഓഫ് ഡിപ്ലോയിഡ് സൈഗോട്ട്. ഡിപ്ലോയിഡ് സൈഗോട്ട്. ദിസ് ഈസ് ഡിപ്ലോയിഡ്. എങ്ങനെയാ അത് ഡിപ്ലോയിഡ് ആയത്? ഇത് എന്നായിരുന്നു, ഗാമേറ്റുകളൊക്കെ എന്നാണല്ലോ, അപ്പൊ ഇതും എന്നായിരുന്നു, ഇത് 2n ആയി. ഈ സൈഗോട്ട് എന്ന് പറയുന്നത് 2n ആയി, ഡിപ്ലോയിഡ് ആണ്. ഓക്കെ. ഇനി ദ പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് ന്യൂ ഓർഗാനിസം വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഓഫ് ഫീമെയിൽ ഗാമേറ്റ് ഈസ് കോൾഡ് പാർത്തനോജെനേസിസ്. ഇനി ഫെർട്ടിലൈസേഷൻ ഒന്നും കൂടാതെ തന്നെ ന്യൂ ഓർഗാനിസംസ് ഉണ്ടാകാറുണ്ട് ചില കേസുകളിൽ. അതിനെയാണ് പാർത്തനോജെനേസിസ് എന്ന് പറയുന്നത്. അതിന്റെ ഉദാഹരണങ്ങൾ ഹണിബി, റോട്ടിഫയർ, ലിസാർഡ്, ഇതിലൊക്കെ പാർത്തനോജെനേസിസ് സംഭവിക്കാറുണ്ട്. പാർത്തനോജെനേസിസ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, ഇവിടെ ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ തന്നെ, വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ, അത് ആ വേർഡിന് അവിടെ പ്രാധാന്യമുണ്ട്. വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ആണെങ്കിൽ, എന്നിട്ടാണ് പുതിയ ഓർഗാനിസം ഉണ്ടാവുന്നതെങ്കിൽ അതിന്റെ പേരാണ് നമ്മളുടെ പാർത്തനോജെനേസിസ്. നല്ല ടേമാണ് കേട്ടോ. എക്സാമ്പിൾ ഹണിബി, റോട്ടിഫയർ, ലിസാർഡ് ഒക്കെ പാർത്തനോജെനേസിസ് സംഭവിക്കുന്നതാണ്. ഓക്കെ. അപ്പൊ ഫെർട്ടിലൈസേഷൻ എന്താണെന്നും ഫെർട്ടിലൈസേഷന് മറ്റൊരു പേരുണ്ടെന്നും സിംഗമി ഉണ്ടെന്നും
ഫെർട്ടിലൈസേഷന്റെ ആഫ്റ്റർ എന്താ ഉണ്ടാകുന്നതെന്നും ഡിപ്ലോയിഡ് സൈഗോട്ടാണ് ഉണ്ടാകുന്നതെന്നും മനസ്സിലാക്കണം. ഇനി ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ ന്യൂ ഓർഗാനിസംസ് ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും സംഭവിക്കാറുണ്ട്. അതിനെ എന്തെന്ന് വിളിക്കുന്നു എന്ന് ചോദിച്ചാൽ പാർത്തനോജെനേസിസ് എന്നാണ് അതിനെ വിളിക്കുന്നത് എന്നും കൂടി മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് പുറത്താണോ, എക്സ്റ്റേണലിലാണോ, ഇന്റേണലിലാണോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാകാം. ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് പുറത്താണെങ്കിൽ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്നും, ഉള്ളിൽ വെച്ചിട്ടാണെങ്കിൽ ബോഡിക്കുള്ളിൽ വെച്ചിട്ടാണ് നടക്കുന്നതെങ്കിൽ അതിനെ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ എന്നും പറയുന്നു. ഇപ്പോ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ഡെഫിനിഷൻ: synchrony occurs outside the body of the organism. Large number of gametes are released. കുറേ നമ്പർ ഗാമേറ്റുകൾ റിലീസ് ചെയ്യും സറൗണ്ടിങ് മീഡിയത്തിലേക്ക്. എന്നിട്ട് അതിന്റെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് പുറത്താണ്. നമുക്കറിയാം, ഫിഷുകളൊക്കെ അറിയാലോ, ഫിഷിന്റെ ഫെർട്ടിലൈസേഷൻ ഒക്കെ പുറത്താ, വെള്ളത്തിൽ ഇങ്ങനെ പതപതയായിട്ടൊക്കെ കാണുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ അത് ബോണി ഫിഷസ്, ആംഫിബിയൻസ് എന്ന് പറഞ്ഞാൽ തവള പോലുള്ളതാണ് ആംഫിബിയൻസ്. കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്ന ജീവജാലങ്ങളെയാണ് ആംഫിബിയൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത്തരം ജീവികളില് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനാണ്. അപ്പൊ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലാർജ് നമ്പർ ഓഫ് ഗാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും. കാരണം ഇതിന് എന്താ പറയാ, അത് നശിച്ചു പോകാനൊക്കെയുള്ള സാധ്യതകൾ കൂടുതലായതുകൊണ്ട് കുറെ നമ്പർ ഗാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയും അവിടെ പുറത്താണ് ഇത് ഫെർട്ടിലൈസേഷൻ നടക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ: ഇന്റേണൽ എന്ന് പറഞ്ഞാൽ സിംഗമി എന്ന് പറഞ്ഞാൽ അത് ഫെർട്ടിലൈസേഷൻ തന്നെയാണ്. ഇൻസൈഡ് ദ ബോഡി ഓർഗാനിസത്തിന്റെ ഉള്ളിലാണ് ഇത് നടക്കുന്നത്, ബോഡിക്കുള്ളിലാണ്. നമ്പർ ഓഫ് ഓവ പ്രൊഡ്യൂസ്ഡ് ലെസ്. ഓവ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓവം എഗ് അത് കുറവായിരിക്കും. പക്ഷെ ലാർജ് നമ്പർ മെയിൽ ഗാമേറ്റ് റിലീസ് ചെയ്യാറുണ്ട്. അത് ഓവത്തിന്റെ അടുത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും അത് ഫെർട്ടിലൈസേഷൻ നടക്കുകയും ചെയ്യും. ബേർഡ്സ്, മാമൽസിലൊക്കെ ഇന്റേണൽ ഫെർട്ടിലൈസേഷനിലാണ്. മാമൽസ് എന്ന് പറഞ്ഞാൽ സസ്തനി, നമ്മൾ ഉൾപ്പെടുന്ന സസ്തനികളിലൊക്കെ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. അവിടെ ഓവത്തിനടുത്തേക്ക് ഇപ്പൊ സ്പേം ട്രാവൽ ചെയ്ത് വന്ന് അങ്ങനെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നതാണ് സിംഗമി, നടക്കുന്നതാണ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ. ബേർഡ്സ്, മാമൽസ് ഇതൊക്കെ എക്സാമ്പിൾ ആണ്. ഓക്കെ, എക്സാമ്പിൾസ് ഓഫ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ഈ പറഞ്ഞ പോലെ റെപ്റ്റൈൽസ്, ബേർഡ്സ്, മാമൽസ്, ചില പ്ലാന്റുകളിലൊക്കെ അങ്ങനെ തന്നെയാണ്. ടെറിഡോഫൈറ്റ്, ജിംനോസ്പേം, ആൻജിയോസ്പേം. ഇനി പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സുകളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, ഇപ്പൊ ഫെർട്ടിലൈസേഷൻ കണ്ടു, ഇവന്റുകൾ പരിശോധിക്കുമ്പോൾ പ്രീ ഫെർട്ടിലൈസേഷൻ കണ്ടു, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ കണ്ടു. ഇനി നമുക്ക് കാണാനുള്ളത് പ്രീ ഫെർട്ടിലൈസേഷനും ഫെർട്ടിലൈസേഷനും കണ്ടു. ഇനി നമ്മൾ കാണാനുള്ളത് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റുകളാണ്. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ്. ഈ ഇവന്റുകളില് sexual reproduction after events of sexual reproduction after formation of zygote. സൈഗോട്ട് ഉണ്ടായതിന് ശേഷമുള്ള ഇവന്റ് ആണ് പോസ്റ്റ്. ഞാൻ പറഞ്ഞല്ലോ, ഫെർട്ടിലൈസേഷന് ശേഷം വരുന്ന ഇവന്റ് ആണ്. അതായത് ഫെർട്ടിലൈസേഷന് ശേഷമാണ് ആരുണ്ടാകുന്നത്? സൈഗോട്ട്. ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ സൈഗോട്ട് ഉണ്ടാകുന്നു. ഈ സൈഗോട്ടിന് പിന്നീട് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് പോസ്റ്റിൽ വരിക, പോസ്റ്റ് ഫെർട്ടിലൈസേഷനിൽ വരിക. സൈഗോട്ട് പിന്നെ എന്ത് സംഭവിക്കുന്നു? അപ്പോ സൈഗോട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു വൈറ്റൽ ലിങ്ക് തന്നെയാണ്, പ്രധാനപ്പെട്ട ഒരു ലിങ്ക് ആണ്. കണ്ടിന്യൂറ്റി ഉറപ്പാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ലിങ്ക് ആണ്. എൻഷുർ ദ കണ്ടിന്യൂറ്റി ഓഫ് സ്പീഷീസ് ബിറ്റ്വീൻ ഓർഗാനിസം ഓഫ് വൺ ജനറേഷൻ ടു ദ നെക്സ്റ്റ്. അത് എന്താന്ന് വെച്ചാല് സൈഗോട്ട് ഒരു ജനറേഷനിൽ മറ്റൊരു ജനറേഷനിലേക്ക് പോകുന്നതിന്റെ കണ്ടിന്യൂറ്റി നിലനിർത്തുന്നതിന്റെ ഇടയിലുള്ള ഒരു വൈറ്റൽ ലിങ്ക് ആണ്, പ്രധാനപ്പെട്ട ലിങ്ക് തന്നെയാണ്. അത് മനസ്സിലായല്ലോ. കാരണം ഈ സൈഗോട്ടിൽ നിന്നാണ് പുതിയ ഓർഗാനിസം ഉണ്ടാകുന്നത്, പുതിയ ജനറേഷൻ വരുന്നത്, പുതിയ ഓർഗാനിസം ന്യൂ വൺസ് വരുന്നത് ഈ സൈഗോട്ടിൽ നിന്നാണ്. അപ്പൊ ഇറ്റ്സ് എ വൈറ്റൽ ലിങ്ക്. ഓക്കെ, ഇനി എവരി സെക്ഷുവൽ റീപ്രൊഡ്യൂസിങ് ഓർഗാനിസം ഇൻക്ലൂഡ് ഹ്യൂമൻ ബീയിങ്സ് ബിഗിൻ സിംഗിൾ സെല്ലിൽ നിന്നാണ്. ഈ പറയുന്ന സൈഗോട്ടിൽ നിന്നാണ് ഹ്യൂമൻ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ റീപ്രൊഡക്ഷൻ, പുതിയ ഓർഗാനിസം ഉണ്ടാകുന്നത് ഈ പറയുന്ന സിംഗിൾ സെല്ലാണ്. ഏത് സെല്ലാണ്? സൈഗോട്ടിൽ നിന്നാണ്. ഓക്കെ, എവറി സെക്ഷുവൽ റീപ്രൊഡ്യൂസിങ് ഓർഗാനിസം ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീയിങ് ബിഗിൻ ലൈഫ് ആസ് എ സിംഗിൾ സെൽ സൈഗോട്ടാണ്. ഓക്കെ, സൈഗോട്ടിന് എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാല് എംബ്രിയോജെനസിസ് ഇതാണ് നടക്കുന്നത്. കാരണം
സൈഗോട്ട് പിന്നീട് എന്തായി മാറും? സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറും. ഈ പ്രവർത്തനത്തിനെയാണ് എംബ്രിയോജെനസിസ് എന്ന് വിളിക്കുന്നത്. പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് എംബ്രിയോ, the process of development of embryo from the zygote. The process of development of embryo from the zygote, it is embryogenesis. അതായത് സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറുകയാണ്, ഭ്രൂണമായിട്ട് മാറുകയാണ്. ഈ ഭ്രൂണാണല്ലോ പിന്നീട് യങ് വൺ ആയിട്ട് വരുന്നത്, സന്താനമായി വരുന്നത് ഭ്രൂണത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോ സൈഗോട്ടിൽ നിന്ന് ഭ്രൂണം ഉണ്ടാവുകയും ആ പ്രോസസ്സിനെയാണ് എംബ്രിയോജെനസിസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഡ്യൂറിങ് ദീസ് ഇത് നടക്കുമ്പോൾ സൈഗോട്ട് അണ്ടർഗോസ് മൈറ്റോട്ടിക് ഡിവിഷൻ ആണ്. ഇപ്പോ സെൽ ഡിവിഷൻസ് 2 തരമുണ്ട്, മിയോട്ടിക്കും ഉണ്ട് മൈറ്റോട്ടിക്കും ഉണ്ട്. ഇതിൽ മൈറ്റോട്ടിക് ഡിവിഷൻ ആണ് ഈ സൈഗോട്ട് എംബ്രിയോജെനസിസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് സെല്ല് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സിംഗിൾ സെൽ എന്ന് പറയുന്ന സൈഗോട്ട് അത് ഡിവൈഡ് ചെയ്തിട്ടാണ് അത് എംബ്രിയോ ഒക്കെ ആയിട്ട് മാറുന്നത്. അപ്പൊ അവിടെ നടക്കുന്ന ഡിവിഷൻ എന്ന് പറയുന്ന മൈറ്റോട്ടിക് ആണ്. പിന്നെ സെല്ല് ഡിഫറൻഷിയേഷൻ നടക്കുന്നുണ്ട്. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സിൽ വരുന്ന കാര്യങ്ങളാണ്. സെൽ ഡിവിഷൻ ഇൻക്രീസ് ദ നമ്പർ ആൻഡ് സെൽ ഡിഫറൻഷിയേഷൻ ഹെൽപ്പ് ഇൻ ദ ഇൻഫർമേഷൻ ഓഫ് ന്യൂ ഗ്രൂപ്പ് സെൽസ് ഓഫ് ഓർഗാനിസം. ഇതൊക്കെ എന്താ പറയാ, നമ്മളുടെ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സിൽ നടക്കുന്നതാണ്. സൈഗോട്ട് ഡിവിഷൻ നടന്ന് പുതിയ സെല്ലുകൾ ഉണ്ടായി, കുറെ സെല്ലുകൾ ഉണ്ടാകുന്നു. ആ സെല്ലുകൾ ഡിഫറൻഷിയേഷൻ പ്രാപിച്ച് പല കാര്യങ്ങൾക്കും സജ്ജമായ ടിഷ്യൂസും ഇതുമായിട്ട് മാറുകയാണ്, പല ഫംഗ്ഷനുകളും നിർവഹിക്കാൻ പോകുന്ന രീതിയിലേക്ക് മാറുകയാണ്. ദിസ് ഈസ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് കേട്ടോ, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ്. ഇനി നമുക്കൊരു രണ്ട് ടേം കൂടി ഇവിടെ പരിചയപ്പെടാനുണ്ട്. ഒവി പാരസ് അനിമൽസ്, വിവി പാരസ് അനിമൽസ്. സിമ്പിൾ ആയിട്ടുള്ള 2 വേർഡുകളാണ്. ഒവി പാരസ് ഒന്ന് പറഞ്ഞാല് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒവി പാരസ് എന്ന് പറഞ്ഞാൽ മുട്ടയിടുന്ന ജീവജാലങ്ങളാണ്. വിവി പാരസ് എന്ന് പറഞ്ഞാല് പ്രസവിച്ച് മുലയൂട്ടി ജീവിക്കുന്ന ആദ്യ രീതിയിലുള്ള അനിമൽസ് ആണ് വിവി പാരസ്. അതാണ് അതിന്റെ ഒറ്റ വാക്കിൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നത്. ഇനി അതിനെ ബയോളജിക്കലി നമുക്ക് ഡിഫൈൻ ചെയ്യുമ്പോൾ ഇതിന്റെ ഒവി പാരസ് അനിമൽസിലെ സൈഗോട്ട് ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കും? ഇറ്റ് ടേക്സ് പ്ലേസ് ഔട്ട്സൈഡ് ഫീമെയിൽ ബോഡിയുടെ. അതായത് മുട്ടയിടുന്ന ജീവജാലങ്ങളല്ലേ ഒവി പാരസ് എന്ന് പറഞ്ഞത്. അതിന്റെ സൈഗോട്ട് ഡെവലപ്മെന്റ് നടക്കുന്നത് പുറത്താണ് ഒവി പാരസിന്റെ കേട്ടോ. വിവി പാരസിന്റെയോ നമുക്കറിയാം, വിവി പാരസ് സസ്തനികളൊക്കെ ഉൾപ്പെടുന്നതാണ്. അതിന്റെ സൈഗോട്ട് ഡെവലപ്മെന്റ് നടക്കുന്നത് ഇൻസൈഡ് ദ ഫീമെയിൽ ബോഡിയാണ്. കുഞ്ഞുങ്ങളുടെ സൈഗോട്ട് ഡെവലപ്മെന്റ് നടക്കുന്നത് അത് അമ്മയുടെ ശരീരത്തിനകത്ത് തന്നെയാണ്. ഓക്കെ. എന്നാലോ മുട്ടയിടുന്ന ജീവജാലങ്ങളുടെ സൈഗോട്ട് ഡെവലപ്മെന്റ് ഒക്കെ നടക്കുന്നത് മുട്ട അടയിരുന്ന് അങ്ങനെയാണ് വരുന്നത്, അത് പുറത്താണ് എന്നറിയാം. ഇനി ഇവര് എഗ് ലേ ചെയ്യുന്നവരാണ്. മുട്ടയിടുക എന്നുള്ളതിന്റെ മറ്റൊരു വേർഡാണ് ഇത്. ഫെർട്ടിലൈസ്ഡ് എഗ് അല്ലെങ്കിൽ അൺഫെർട്ടിലൈസ്ഡ് എഗ് ലേ ചെയ്ത് ഈ എഗ് കവർ ചെയ്തിരിക്കുന്നത് ഒരു ഹാർഡ് ഷെല്ല് കൊണ്ടാണ്. അതിന് കാൽക്കേരിയസ് ഷെല്ല് എന്ന് പറയും, കാൽക്കേരിയസ് ഷെല്ല്. അപ്പോ എഗ് ലേ ചെയ്യുന്നു, ആ എഗ്ഗിന് പൊതിഞ്ഞിട്ട് വലിയ ഷെല്ല് ഉണ്ടാവും ഹാർഡായിട്ടുള്ള, അതിനെ കാൽക്കേരിയസ് ഷെല്ല് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഹാർഡ് ഷെല്ല്. ഇവിടെയാണെങ്കിലോ ഇവിടെ ഗിവ് ബർത്ത് ടു യങ് വൺസ്, ഇത് പ്രസവിച്ച് വരുന്ന ഇതായതുകൊണ്ട് ഗിവ് ബർത്ത് ടു യങ് വൺസ്, ലിവ് യങ് വൺസ് എന്നാണ് പറയാ. ഏതില്? വിവി പാരസില് കേട്ടാ, വിവി പാരസില്. എക്സാമ്പിള് റെപ്റ്റൈൽ ബേർഡ്സ്, മുട്ടയിടുന്ന ജീവജാലങ്ങളില് ഒവി പാരസില് എക്സാമ്പിള് റെപ്റ്റൈൽസ്, ബേർഡ്സ്. വിവി പാരസിൽ മോസ്റ്റ് ഓഫ് ദ മാമൽസ് ആണ്, ഇൻക്ലൂഡ്സ് ഹ്യൂമൻസ് ഉൾപ്പെടെ വിവി പാരസ് ആണ്. ഇവിടെ ഒരു സർവൈവൽ റേറ്റ് പറയുന്നത്, അതായത് ഈ ജീവികൾക്ക് അതിജീവനം എങ്ങനെയാണ് എന്ന് പറയുന്നത്. അതിജീവനത്തിന്റെ കാര്യം പറയുമ്പോ ചാൻസസ് ഓഫ് സർവൈവൽ ഫോർ യങ് വൺസ് ലോവർ ഡ്യൂ ടു ലാക്ക് ഓഫ് പാരന്റൽ കെയർ ആഫ്റ്റർ എഗ്സ് ലേഡ്. ഇപ്പൊ നമുക്കറിയാം, മുട്ടയിട്ട് അത് പുറത്ത് അത് ഇടയിരുന്ന് വളർന്നാലാണ് അത് കുഞ്ഞു ജീവിയായിട്ട് പുറത്തു വരുള്ളൂ. പക്ഷെ അതിന് വൾണറബിൾ ചാൻസ് ഉണ്ട്. കാരണം അത് എന്താ പറയാ, അത് ആക്രമിക്കപ്പെടാനോ അത് നശിച്ചു പോകാനോ സാധ്യത കൂടുതലാണ്. അപ്പോൾ സർവൈവല് ലോവാ, നശിച്ചു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പാരന്റൽ കെയർ അത്രേ കൊടുക്കാൻ കഴിയുള്ളൂ. ഏതിന്? ഒവി പാരസ് അനിമൽസിന് കേട്ടോ. ചാൻസസ് ഓഫ് സർവൈവൽ ഫോർ യങ് വൺസ് ലോവർ ഡ്യൂ ടു ലാക്ക് ഓഫ് പാരന്റൽ കെയർ ആഫ്റ്റർ എഗ് ലേഡ്.
എന്നാൽ ഇവിടെയാണെങ്കിൽ ചാൻസസ് ഓഫ് സർവൈവൽ ഓഫ് യങ് വൺസ് ആർ ഗ്രേറ്റർ. പ്രോപ്പർ എംബ്രിയോണിക് കെയർ ഇൻസൈഡ് ദ ബോഡിയിലായതുകൊണ്ട് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. അമ്മയുടെ ശരീരത്തിനകത്ത് തന്നെ പ്രൊട്ടക്ഷൻ കിട്ടുന്നത് കൊണ്ട് നമുക്ക് സർവൈവൽ റേറ്റ് ഇവിടെ കൂടുതലാണ്. വിവി പാരസിൽ സർവൈവൽ റേറ്റ് കൂടുതലാണ്. ചാൻസസ് ഓഫ് സർവൈവൽ ഓഫ് ഫോർ യങ് വൺസ് ആർ ഗ്രേറ്റർ ഡ്യൂ ടു പ്രോപ്പർ എംബ്രിയോണിക് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഇൻസൈഡ് ദ മദർ ബോഡി എന്നാണ് പറയുന്നത്. അപ്പൊ സർവൈവൽ റേറ്റ് കൂടി ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഒവി പാരസ് അനിമൽസ്, വിവി പാരസ് അനിമൽസ് എവിടെയാണ് അതിന്റെ സൈഗോട്ട് ഡെവലപ്മെന്റ് നടക്കുന്നത് എന്നനുസരിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. പിന്നീട് എഗ് ലേ ചെയ്യുന്നു, ഒരെണ്ണം ഗീവ് ബർത്ത് ടു ലിവ് യങ് വൺസ്, പിന്നെ എക്സാമ്പിൾസ്, പിന്നെ അതിന്റെ സർവൈവൽ റേറ്റ്. കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള. വാട്ട് ഈസ് ദ പീരീഡ് ത്രൂ ആൻസേഴ്സും ഉണ്ട്. ത്രൂ വിച്ച് പർട്ടിക്കുലർ ഓർഗാനിസം ലീവ്സ്. ഒരു പർട്ടിക്കുലർ ഓർഗാനിസം ലിവ് ചെയ്യുന്ന പീരീഡിനെ നമ്മൾ പറയാ ലൈഫ് സ്പാൻ എന്നാണ്. ലൈഫ് സ്പാൻ എന്നാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസം എൻഷുവർ ദ കണ്ടിന്യൂറ്റി. ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ളതില് കണ്ടിന്യൂറ്റി ഉറപ്പാക്കുന്ന ഏതാന്ന് ചോദിച്ചാൽ റീപ്രൊഡക്ഷൻ ആണ്. റീപ്രൊഡക്ഷൻ, ഗ്രോത്ത്, മെച്ചുറേഷൻ, റീപ്രൊഡക്ഷൻ, ഇതിൽ റീപ്രൊഡക്ഷൻ ആണ്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻവോൾവ്സ് ദ പ്രൊഡക്ഷൻ ഓഫ് ഓഫ്സ്പ്രിങ് ബൈ സിംഗിൾ പാരന്റ്, ടു പാരന്റ്സ്, ഓപ്പോസിറ്റ് സെക്സ്, ഫ്യൂഷൻ ഓഫ് ഗാമേറ്റ്സ്. നമുക്കറിയാം അത് സിംഗിൾ പാരന്റ് ആണ്. അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ സിംഗിൾ പാരന്റ് ആണ്. ഓഫ്സ്പ്രിങ് പ്രൊഡ്യൂസ്ഡ് ബൈ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആർ ജെനറ്റിക്കലി ആൻഡ് മോർഫോളജിക്കലി സിമിലർ ടു ഈച്ച് അതർ. അങ്ങനെ മോർഫോളജിക്കലിയും ജെനറ്റിക്കലിയും ഒരേപോലെ ഇരിക്കുന്നതിനെ നമ്മൾ വിളിച്ചത് ക്ലോൺസ് എന്നാണ് കേട്ടോ. ക്ലോൺസ് എന്നാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സാമ്പിൾ ഓഫ് ഓർഗാനിസം ദാറ്റ് റീപ്രൊഡ്യൂസസ് ത്രൂ ബൈനറി ഫിഷൻ. ഈ കൊടുത്തതിൽ ബൈനറി ഫിഷനിൽ റീപ്രൊഡ്യൂസ് ചെയ്ത് ഏതാന്ന് ചോദിച്ചാൽ നമുക്കറിയാം അമീബയാണ്. റൈറ്റ്, അമീബ സെക്രീറ്റ്സ് a 3-layered hard covering around the itself under unfavorable condition. The phenomenon is called encystation എന്നാണ് ആ ഫിനോമിനെ പറയാ. എൻസിസ്റ്റേഷൻ ആണ്. The process where cells divides into two halves, each half rapidly grows into an adult is known as binary fission. അതായത് ഒരു സെല്ല് ഡിവൈഡ് ചെയ്യുകയും ഹാഫായി രണ്ട് ഭാഗമാവുകയും അത് മെച്യൂർ ആവുകയും ചെയ്യുന്നതാണ് ബൈനറി ഫിഷൻ. Which of the following organism reproduce through budding? ഇവിടെ ഹൈഡ്ര പറഞ്ഞിട്ടുണ്ട്. ഹൈഡ്ര കേട്ടോ, ബഡ്ഡിങ്. Then what is the vegetative propagule of potato? പൊട്ടാറ്റോയുടെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ഐ ആണ്. Which plant produces through vegetative propagule use leaf buds? ബ്രയോഫിൽ ആണ് ലീഫ് ബഡ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള വെജിറ്റേറ്റീവ് ലീഫ് ബഡില് ഉപയോഗിച്ചുകൊണ്ടുള്ള വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ബ്രയോഫിൽ ആണ്. The process of forming male and female gamete is called gametogenesis. ഫീമെയിൽ ഗാമേറ്റ് ഉണ്ടാകുന്നതും മെയിൽ ഗാമേറ്റ് ഉണ്ടാകുന്ന പ്രവർത്തനത്തിന്റെ പേര് ഗാമറ്റോജെനസിസ് എന്നാണ്. In sexual reproduction, the fusion of male and female gametes results the formation of a diploid zygote. Sexual reproduction le രണ്ടിന്റെ ഫ്യൂഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് ഡിപ്ലോയിഡ് സൈഗോട്ട് ആണ്. What is the term for a plant where both the male and female flowers are on the same plant? അത് monoecious ആണ്. പിന്നീട് which of the following is an example of organism is bisexual? അവിടെ എർത്ത് വേം ഉണ്ട്, ബൈസെക്ഷൽ. Then process of development in new organism without fertilization. ഫെർട്ടിലൈസേഷൻ കൂടാതെ ഏത് ഓർഗാനിസം വരുന്നതിന്റെ പേര് പാർത്തനോജെനസിസ് എന്നാണ്. Which of the fertilization does syngamy occurs outside the body? അത് എക്സ്റ്റേണൽ ആണ്. ഔട്ട്സൈഡ് ദ ബോഡി ആണ് നടക്കുന്നത്, എക്സ്റ്റേണൽ ആണ്. Which of the following character oviparous? Oviparous-ന്റെ ക്യാരക്ടർ ഇവിടെ കൊടുത്തിട്ടുള്ളത് ലെഗ്സ് ആൻഡ് കവേർഡ് ഹാർഡ് സെൽ എന്നുള്ളതാണ്. നമുക്കറിയാം മുട്ടയിടുന്ന ജീവജാലങ്ങളാണ്. പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് എൻ എംബ്രിയോ ഫ്രം സൈഗോട്ട്. സൈഗോട്ടിൽ നിന്ന് എംബ്രിയോ ഉണ്ടാകുന്ന പ്രോസസ്സിനെ വിളിക്കുന്നത് എംബ്രിയോജെനസിസ് എന്നാണ്. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യനുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ളതാണ്. ഇത്തരം 3 പ്രധാനപ്പെട്ട ഇവന്റുകൾ: പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്, ഫെർട്ടിലൈസേഷൻ ഇവന്റ്, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്. ഇതാണ് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ പ്രധാനമായും കാണുന്നത്. അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ കുറച്ച് അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറുകളും
അതുപോലെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസും ആണ് പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിട്ട് വരുന്നത്. പിന്നീട് സെക്ഷൽ റീപ്രൊഡക്ഷന്റെ പ്രത്യേകതകളുമാണ് കണ്ടത്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകൾ. നമുക്ക് സെക്ഷൽ റീപ്രൊഡക്ഷനും സെക്ഷോ റീപ്രൊഡക്ഷനും ഈ രണ്ട് പ്രധാന ടോപ്പിക്കുകളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതിലെ പ്രധാനപ്പെട്ട ഏരിയകളും ഇപ്പോൾ കവർ ചെയ്തു. അതിനായിട്ട് ബന്ധപ്പെട്ട ടേംസുകൾ മനസ്സിലാക്കി ക്വസ്റ്റ്യൻ ആൻസറുകളൊന്ന് ചെയ്തു നോക്കുമ്പോൾ നമുക്കതിൽ കുറച്ചുകൂടി ചെയ്യാനായിട്ട് കഴിയും. പോളിനേഷൻ എന്ന് പറയുമ്പോൾ ഗ്യാമേറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള പ്രോസസ്സാണ് പോളിനേഷൻ. പിന്നെ പ്ലോയിഡി നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്ലോയിഡി എന്ന് പറയുമ്പോൾ ഡിപ്ലോയിഡ് ആണോ ഹാപ്ലോയിഡ് ആണോ എന്നുള്ളതാണ് പ്ലോയിഡി എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പ്ലോയിഡി എന്ന് ഉദ്ദേശിക്കുന്നത് ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണലും ഉണ്ട് ഇന്റേണലും ഉണ്ട്. എക്സ്റ്റേണലും ഉണ്ട് ഇന്റേണലും ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു വരുന്ന ഇവന്റിനെ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് എന്ന് വിളിക്കും. അതിലാണ് എംബ്രിയോ ജെനേസിസ് വരുന്നത്, സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുന്നത് എംബ്രിയോ ആയിട്ട്. അങ്ങനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ നടക്കുന്ന ഡിവിഷൻ ഏതാന്ന് ചോദിച്ചാൽ മൈറ്റോട്ടിക് ഡിവിഷൻ ആണ് അങ്ങനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ 2 ടൈപ്പ് എനിമൽസുകൾ, ഒവി പാരസ് അല്ലെങ്കിൽ വിവി പാരസ് എനിമൽസ് അത് കണ്ടു. അതിൽ സർവൈവൽ റേറ്റ് കുറവ് ഒവി പാരസിനാണ്. മറ്റേതിന് എംബ്രിയോണിക് കെയർ കിട്ടുന്നത് കൊണ്ട് തന്നെ മദേഴ്സിന്റെ ബോഡിയിലുള്ളിലാണ് അതിന്റെ ബാക്കി ഡെവലപ്മെന്റ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതിന് എംബ്രിയോണിക് കെയർ കൂടുതലായിരിക്കും. അപ്പൊ സർവൈവൽ റേറ്റ് കൂടുതലായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ എക്സാമ്പിളുകളിൽ ഉൾപ്പെടെ പഠിക്കണം. എക്സാമ്പിൾ ഉൾപ്പെടെ അത് പഠിക്കണം. പിന്നെ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ കണ്ടു. ഇത്രയാണ് അതിൽ വരുന്നത്. ഓക്കെ. അപ്പൊ ഇതില് അവസാനിപ്പിക്കുകയാണ്. ലൈവ് എൻഡ് ചെയ്യാൻ പോവാണ്. മൊഡ്യൂൾ 2 ഫസ്റ്റ് റീപ്രൊഡക്ഷൻ എന്നുള്ള ഭാഗമാണ് ഇപ്പൊ നമ്മൾ എടുത്തത് കേട്ടോ.